Praise the Lord. ഇങ്ങനെ ഇവിടെ നടക്കുന്ന 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഈ 7-ാം ദിവസം എനിക്കും ഒന്ന് സംബന്ധിപ്പാൻ കർത്താവ് അവസരം ഒരുക്കിയല്ലോ. അതിനായി സ്തോത്രം. തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചെതറിയിരുന്ന എനിക്ക് ഇതിന്റെ ടോപ്പിലാണെങ്കിൽ എനിക്ക് എല്ലാവരെയും ഇങ്ങനെ കാണാം. താഴെ നിൽക്കുമ്പോ എല്ലാവരെയും കാണാം. എല്ലാവരും ഈ ഫ്രണ്ടിൽ ഈ വ്യൂ എല്ലാവരും താണ്ട ഇടയ്ക്ക് കസേരകൾ ഒഴിച്ചിടാതെ ഫ്രണ്ടിലോട്ടും ഒക്കെ കയറിയിരിക്കുന്നത്. നമ്മൾ താഴെ കയറിയിരിക്കുകയാണ് കയറുന്നത്. ഒരു കുഴപ്പമില്ല. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും ഇങ്ങോട്ട് ഫ്രണ്ടിൽ ആ വ്യൂ ഇങ്ങോട്ട്. മക്കൾ രണ്ടുപേരും അവർ രണ്ടുപേരും ഇഞ്ഞ് വന്നേ, ഇഞ്ഞ് ഫ്രണ്ടിൽ നിന്ന് അല്ലേ ആ കസേരയിൽ നിന്ന്. അവിടെ ഒരു കൊച്ചുമോൻ ഉണ്ടായിരുന്നുണ്ട്, നല്ലോണം എഴുതിക്കൊണ്ടൊക്കെ ഇരിക്കുവായിരുന്നു. ഇഞ്ഞ് പോരും ഇഞ്ഞൊരു ഇവിടെ വന്നിരിക്കും. ഇന്ന് വന്ന് പ്ലീസ് ഇവിടെ ഇങ്ങോട്ട് വന്നിരിക്കുക. ഇങ്ങോട്ട് വന്നിരിക്കുക. ഈ ടേബിൾ ഇവിടെ വന്നിരുന്നേ മോളെ. അനുസരിക്കുന്നത് യാഗത്തെക്കാളും ഒരു വിഷമം വന്നു. ഈ ഫ്രണ്ട് സീറ്റ് ആർക്ക് വേണ്ടി ഇട്ടേക്കുന്നേ? അവിടെ ഒരു കസേര താണ്ട് ഒഴിഞ്ഞു കിടക്കുന്നു. പിശാചിന് ഇടം കൊടുക്കരുതെന്നാ. അപ്പൊ ഇങ്ങനെ ഇടം കൊടുത്താലുണ്ടല്ലോ അദ്ദേഹം കയറി അവിടെ ഇരിക്കും, നിങ്ങളുടെ അടുത്തിരിക്കും. അതുകൊണ്ട് ഇടം കൊടുക്കാതെ കയറിയിരിക്കും. വളരെ താങ്ക്സ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. 50 വർഷമായി ഒരു അധ്യാപകനായതുകൊണ്ട് നിങ്ങളുടെ മുഖം നോക്കി സംസാരിക്കണമെന്നുള്ള വലിയ ആഗ്രഹമുണ്ട്. നിങ്ങളോടൊപ്പം അനവധി പ്രാവശ്യം പല ഭവനങ്ങളിൽ വന്ന് ശുശ്രൂഷിപ്പാൻ അവസരം ലഭിച്ചു. പക്ഷെ ആദ്യമായിട്ടാണ് ഇവിടെ ഈ ചർച്ചിൽ ഇങ്ങനെ അവസരം ലഭിച്ചത്. എന്നാൽ താഴെയുള്ള ആ ചർച്ചിൽ 3 പ്രാവശ്യം ഞാൻ വന്ന് ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശുശ്രൂഷിച്ചിട്ടുണ്ട്. നമ്മുടെ വർഗീസ് MA വർഗീസ് മാസ്റ്റർ ഇരിക്കുമ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ആ ശുശ്രൂഷയിലും സംബന്ധിപ്പാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. 50 വർഷമായി കർത്താവിന്റെ വേലയിലായിരിക്കാൻ കർത്താവൊക്കെ നൽകി. 18ാമത്തെ വയസ്സിൽ വചനം പഠിക്കാൻ ഇറങ്ങിയെങ്കിലും 21ാമത്തെ വയസ്സിലാണ് ശുശ്രൂഷ തുടങ്ങിയത്. ഒരു ബൈബിൾ സ്കൂൾ അധ്യാപകനായിട്ട് തുടങ്ങി ഇന്ന് അതിന്റെ 50ാമത്തെ വർഷത്തിലേക്ക് എത്തിയിരിക്കും. കർത്താവ് ഇത്രത്തോളം സഹായിച്ചു. കർത്താവിന്റെ കൃപയൊന്നു മാത്രം. ദൈവത്തിന് എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയോ ഒന്നുമല്ല. കാരണം ഞാന് ഒരു അന്തർമുഖനായി. അന്തർമുഖൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നേ? എന്താ ഉദ്ദേശിച്ചത്? ഞാൻ അധ്യാപകനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിക്കും. വൺ വേ ട്രാഫിക് അല്ല എൻ്റെ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വിടുകയല്ല. ഒന്നിച്ച് ചിന്തിക്കുക. ഈ അന്തർമുഖൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻട്രോവേർട്ട് ഇംഗ്ലീഷിൽ. വെളിപ്പതുങ്ങി. അതിന്റെ മലയാളത്തിൽ പറഞ്ഞാൽ വെളിപ്പതുങ്ങി. വെളിയിൽ ഇറങ്ങും പതുക്കാണോ? വീട്ടിൽ കുഴപ്പമില്ല, ഭയങ്കര ശൂരന. വെളിയിൽ. കാരണം അങ്ങനെ ഞാൻ ആയിത്തീർന്നതാണ്. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. 5 സഹോദരങ്ങൾ. അവരെല്ലാം കളറില്ലാത്തവരാ. എനിക്ക് മാത്രമേ കളറുള്ളൂ. വെളുപ്പ് കളറാണോ? അല്ലല്ലോ. എനിക്ക് മാത്രമേ കളറുള്ളൂ. അപ്പോ ചെറുപ്പത്തിൽ വീട്ടിൽ ആരെങ്കിലും വന്നാൽ 5 മക്കളും ഇങ്ങനെ വന്ന് നിൽക്കുമ്പോ എല്ലാവരും എന്നെ നോക്കും. ഈ ചെറുക്കൻ ഏതാ? ഈ വീട്ടിലുള്ളതല്ലേ? ഇത് കേട്ട് മടുത്ത് ചെറുപ്പത്തിൽ തന്നെ മനസ്സ് എങ്ങനെയെങ്കിലും വെളുക്കണമെന്നുള്ള ആഗ്രഹത്തിൽ പല കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഉള്ളിൽ ഒതുങ്ങി ആര് വന്നാലും വെളിയിൽ വരാതെ, ആര് വന്നാലും പുറത്തിറങ്ങാതെ, വെളിയിൽ ഇറങ്ങാതെ ആയിരുന്നു.
വിദ്യാഭ്യാസം വലിയ കുഴപ്പമില്ല, ഇങ്ങനെ മുന്നോട്ട് പോയി. എന്നാൽ കർത്താവ് എന്നെ വിളിച്ചു ദൈവവചനം പഠിക്കുവാനായിട്ട് 18-ാമത്തെ വയസ്സിൽ. രക്ഷിക്കപ്പെട്ടത് അത് ചരിത്രങ്ങൾ പറയാൻ ധാരാളമുണ്ട്, അതിനുള്ള സമയമില്ല. അങ്ങനെ ദൈവവചനം പഠിക്കാനായി കടന്നുപോയി. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഹിന്ദുസ്ഥാൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അന്നത്തെ ഡയറക്ടർ അദ്ദേഹം മരിച്ചുപോയി. എന്നെക്കാളും കളർ കൂടുതലാണ്. പുള്ളി അവിടെ വന്ന് ഞങ്ങളോട് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞു. ഇങ്ങനെ പുള്ളി വിഷമിച്ച കാര്യങ്ങളൊക്കെ. എന്നിട്ട് പുള്ളി പറഞ്ഞു, ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ മണ്ണ് കുഴച്ച് മെനഞ്ഞ ഒരു മനുഷ്യനെ ഉണ്ടാക്കിയ ശേഷം ചൂളയിലിട്ടു. ചൂളയിൽ വെച്ചപ്പോൾ അത് പഴുത്ത് കൂടുതൽ വെന്തുപോയി. വെളി വന്നപ്പം അങ്ങ് ഭയങ്കര വെള്ളയായി. അതുകൊണ്ട് ദൈവം പറഞ്ഞു, ഇത് ശരിയല്ല, അടുത്തത്. ഇതൊക്കെ തൻ്റെ ഒരു ചിന്ത മാത്രമാണ്. പിന്നെ ഒരെണ്ണം ഉണ്ടാക്കി, അങ്ങോട്ട് ഇട്ടു. ഉടനെ തിരിച്ചെടുത്ത് കരിയും പുകയായിട്ടൊക്കെ കറുത്തുപോയി. പിന്നെ ദൈവം അടുത്ത മൂന്നാമത് ഒരു മനുഷ്യനെ ഉണ്ടാക്കി, തീയിലിട്ടു. അധികം വെന്തു പോകാതെ, പെട്ടെന്ന് എടുക്കാതെ, കറക്റ്റ് സമയത്തെടുത്തു. അതായി കളർ. അതാണ് ഞങ്ങളുടെ കളർ, ചോക്ലേറ്റ് കളർ. കറുപ്പിന് 7 അഴകാ. അങ്ങനെ കേട്ടപ്പോ ഞാൻ ചിന്തിച്ചു, കുഴപ്പമില്ല. മനസ്സിനൊരു ധൈര്യം ഉണ്ടായി. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കാലാവസ്ഥയ്ക്കനുസരിച്ചും നമ്മുടെ ജീൻ്റെ അനുസരിച്ചും ഒക്കെ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ്. അല്ലാതെ ദൈവത്തിന് ചിലരോട് പ്രത്യേക താല്പര്യമില്ല, പ്രത്യേക ഇഷ്ടമില്ല, പ്രത്യേക ദേഷ്യമില്ല. നമുക്ക് സ്വന്തമായി നമുക്ക് വേണ്ട കളർ കർത്താവ് തന്നു. അങ്ങനെ അന്തർമുഖനായിരുന്ന എന്നെ ദൈവവചനം പഠിക്കുവാനായിട്ട് അയച്ചു. ദൈവം വിളിച്ചു. അത് കൃപയാണ്, എൻ്റെ കഴിവുകൊണ്ടൊന്നും എടുക്കൊണ്ടൊന്നും അല്ല. ദൈവവചനം അഭ്യസിച്ചു. വിവിധ നിലയില് വിദ്യാഭ്യാസം കർത്താവ് നൽകി. വിവിധ സാഹചര്യങ്ങളിലൂടെ കർത്താവ് നടത്തി. കഴിഞ്ഞ 50 വർഷം കർത്താവിന്റെ വേലയിലായിരിക്കാൻ കർത്താവ് കൃപ നൽകി. എനിക്ക് ഭാര്യയും 2 കുഞ്ഞുങ്ങളുമുണ്ട്. അവർക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുത്തു. അവരൊക്കെ ജോലിയിലായിരുന്നു. ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം അവരെ വിളിച്ചു. ഇന്ന് 2 പേരും കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. മകള് രാജസ്ഥാന് ബോർഡറിൽ ഉള്ള ഗംഗാപൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ രാത്രിയൊക്കെ അവിടെ ലൈറ്റ് ഔട്ടായിരുന്നു. ലൈറ്റ് ഇടാൻ പറ്റത്തില്ലായിരുന്നു. അത്രമാത്രം ഒരു ഭീതിയിലൂടെ ആയിരിക്കുന്നു. എന്നാൽ ഞാൻ മോളെ വിളിച്ച് പേടിയുണ്ടോ എന്ന് പോലും ഒരു പേടിയില്ല. ഏറ്റവും കൂടി പോയി ചത്തുപോകും, അത്രയേ ഉള്ളൂ. അതൊന്നും ഒരു കുഴപ്പമില്ല. ദൈവത്തിന് സ്തോത്രം. അവിടെ വില്ലേജിൽ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കും. കർത്താവ് ഞങ്ങളെ ഇത്രത്തോളം നടത്തി. ഇവിടെയുള്ള ഈ സഭയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാര് ഈ സഭയ്ക്ക് കർത്താവ് നൽകി. കർത്താവ് മിക്കവരെയൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ചിലരൊക്കെ പുതുതായിട്ടുണ്ട്. ഈ സഹോദരി ഞങ്ങളുടെ ചർച്ചിൽ വന്നുകൊണ്ടിരുന്നതാണ്. അവിടുന്ന് സ്ഥലം മാറിപ്പോയി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രസംഗം ഒരു ഉണർവ് പ്രസംഗം, നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഒരു ഉണർവ് പ്രസംഗമായില്ല. അത് മാത്രമല്ല, നിങ്ങളുടെ ഹൃദയത്തിന്റെ രഹസ്യങ്ങളെ കണ്ട് പറയുന്ന ഒരു ശുശ്രൂഷയല്ല. ഇന്ന് പലരും ചിന്തിക്കുന്നത് എൻ്റെ ഹൃദയത്തിലെ രഹസ്യങ്ങളെ പറയണേ. അതെന്തിനാ പറയുന്നത്? എനിക്കറിയത്തില്ലേ ആ രഹസ്യം? എനിക്കറിയത്തില്ലേ? മൂന്നാമതൊരാൾ പറഞ്ഞെങ്കിലേ ആ രഹസ്യം ശരിയാകത്തുള്ളൂ. എൻ്റെ ഉള്ളിലെ രഹസ്യം എനിക്കറിയാം. ആരും പറയണ്ട. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നമുക്ക് നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താണെന്ന് പലപ്പോഴും നമുക്ക് മറന്നു പോകാം.
ദൈവത്തിന്റെ നമ്മെക്കുറിച്ചുള്ള ഇഷ്ടം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ദൈവത്തിന്റെ ഇഷ്ടമുണ്ടെന്ന് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയുന്നത് എങ്ങനെയാ? നിങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയുന്നത് എങ്ങനെയാ? ദൈവമായിട്ട്, ദൈവവചനത്തിലൂടെ, അതൊക്കെ പൊതുവായ കാര്യങ്ങൾ. അപ്പോൾ തന്നെ വ്യക്തിപരമായി എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് എങ്ങനെയാ നാം തിരിച്ചറിയുന്നത്? അതിന് ഒരേ ഒരു വാക്യം വേദപുസ്തകത്തിലുണ്ട്. റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. അപ്പോ പൂർണ്ണഹിതം എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? മനസ്സ് പുതുക്കണം. മനസ്സ് പുതുക്കുമ്പോഴാണ് നമുക്ക് പൂർണ്ണഹിതം അറിയാൻ കഴിയും. അതിന് മൂന്നാമന്റെ ആവശ്യമില്ല, നമുക്ക് തന്നെ ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ഈ മനസ്സ് പുതുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് 4 വാതായനങ്ങളാണുള്ളത്. 4 വിൻഡോസ്. നിങ്ങൾ പലരും പഠിച്ചു കാണും. ജൊഹാരി വിൻഡോസ് പഠിച്ചിട്ടുണ്ടോ? ജൊഹാരി വിൻഡോസ് സൈക്കോളജി പഠിക്കുന്നവർക്കറിയാം. ജൊഹാരി വിൻഡോസ്. ജോ ആൻഡ് ഹാരി എന്ന് പറയുന്ന 2 അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ അവര് കണ്ടുപിടിച്ചതാണ് 4 വിൻഡോസ് ഓഫ് മാൻ. മനുഷ്യന്റെ 4 വാതായനങ്ങൾ. അതിൽ ഒന്ന് ദ പബ്ലിക് വിൻഡോ, 2 ദി സീക്രട്ട് വിൻഡോ ഓർ പ്രൈവറ്റ് വിൻഡോ, 3 ഹിഡൻ വിൻഡോ, 4 അൺനോൺ വിൻഡോ. അങ്ങനെ 4 വിൻഡോസ് ആണുള്ളത്. 4 വാതായനങ്ങൾ. ഒന്ന് പബ്ലിക് വിൻഡോ. എന്നെ കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം അറിയാം, അതാണ് എൻ്റെ പബ്ലിക് വിൻഡോ. എൻ്റെ പേര്, എൻ്റെ ശുശ്രൂഷ, ഒന്നുകിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെത്താൻ മനസ്സിലാക്കിയ എന്നെ കുറിച്ചുള്ള പൊതുവായ അറിവാണ് പബ്ലിക് വിൻഡോ. മനസ്സിലായല്ലോ? രണ്ടാമത്തത് പ്രൈവറ്റ് ഓർ സീക്രട്ട് വിൻഡോ. അത് നിങ്ങൾക്കാർക്കും അറിയാൻ പറ്റത്തില്ല. എൻ്റെ ഭാര്യയ്ക്ക് പോലും അറിയാൻ പറ്റും. എൻ്റെ ഉള്ളിലെ രഹസ്യമായ പ്ലാനുകൾ, പദ്ധതികൾ, രഹസ്യ പാപങ്ങൾ, എൻ്റെ രഹസ്യ അജണ്ടകൾ, മറ്റുള്ളവരോട് പക, പിണക്കം, കയ്പ്, ഇതൊന്നും നിങ്ങൾക്കറിയത്തില്ല. പുറമേ ഞാൻ നന്നായി അഭിനയിക്കുന്നുണ്ടെങ്കിലും നിങ്ങളോട് കണ്ട് ചിരിച്ചുകൊണ്ട് കയ്യിലെന്ന് കാര്യം പറയുമ്പോഴും എൻ്റെ അഹംപല്ലുകൊണ്ട് ചിലപ്പോൾ ഞാൻ ഞാറും. കാണിച്ചു തരാം ഇവിടെ എന്നൊക്കെ പറയും. നിന്നെ കാണിച്ചു തരാം. ഉള്ളിൽ രഹസ്യമായി സൂക്ഷിക്കുന്ന ചില കാര്യം. അതാണ് എനിക്ക് എൻ്റെ പദ്ധതികൾ, എൻ്റെ പ്ലാനുകൾ, രഹസ്യ പാപങ്ങൾ, രഹസ്യ അജണ്ടകൾ, രഹസ്യമായ സകല കാര്യങ്ങൾ. എൻ്റെ ഭാര്യയോട് ഷെയർ ചെയ്യാത്തത്, എൻ്റെ കുഞ്ഞുങ്ങളോട് ഷെയർ ചെയ്യാത്തത്, ലോകത്താരോട് ഷെയർ ചെയ്യാത്ത, നിങ്ങൾക്കാർക്കും അറിയാൻ കഴിയാത്ത ചില പദ്ധതികൾ എൻ്റെ ഉള്ളിലുണ്ട്. അതാണ് രഹസ്യ പ്രൈവറ്റ് വിൻഡോ അല്ലെങ്കിൽ സീക്രട്ട് വിൻഡോ. മൂന്നാമത്തത് ഹിഡൻ വിൻഡോ. എനിക്കറിയത്തില്ല, പക്ഷെ നിങ്ങൾക്കറിയാം. എന്റെ മുമ്പിൽ നിങ്ങൾ എന്നെ കുറിച്ചൊന്നും പറയത്തില്ല, മാറി നിന്ന് ഓ എന്തോ പാസ്റ്റർ, എന്തോ ബോസിങ്ങ, ഓ ദൈവത്തിന്. നമ്മള് ഒരാളെ ആ ആളറിയാതെ മാർക്കിടുന്ന കാര്യങ്ങൾ. ഇപ്പൊ നിങ്ങളെ കുറിച്ച് മറ്റുള്ളവർ എന്താ പറയുന്നത് നമുക്കറിയത്തില്ല, അവര് പറയത്തില്ല. ഞാനൊരു അധ്യാപകനായിരിക്കുമ്പോ പിള്ളേരെന്നെ കുറിച്ച് ചിന്തിക്കുന്നത് ഞാൻ പിന്നെ ഗ്രഹിച്ചിട്ടുള്ളൂ. ഓ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ഓ ടൈഗറാണ്, അതാണ് ഇതാണെന്നൊക്കെ അവര് പറയും. അതുപോലെ ഒന്നാം വർഷം പഠിപ്പിക്കാനായിട്ട് ചെല്ലുമ്പോ
സ്റ്റുഡൻസ് എല്ലാം ഇങ്ങനെ വേറെ പതുങ്ങിയിരിക്കും. ഞാൻ പറഞ്ഞു എന്ത് പറ്റി? ഒന്നുമില്ല ഒന്നുമില്ല. പേടിയാകുന്നു. 1-ാം വർഷം പേടിയാകുന്നു. ഇല്ല ഒന്നുമില്ല. പക്ഷേ മനസ്സിലാവും, സെക്കൻഡ് ഇയേഴ്സും തേർഡ് ഇയേഴ്സും കുറച്ച് പറഞ്ഞോളൂ, ഈ സാറ് വന്ന ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ഇമ്പോസിഷൻ എഴുതിപ്പിക്കും, അത് ചെയ്യും ഇത് ചെയ്യും, ചോദ്യം ചോദിക്കും, പേടിപ്പിക്കും. എനിക്കറിയത്തില്ല, അത് മറ്റുള്ളവർ എന്നെ കുറിച്ച് പറയുന്ന കാര്യം. എന്നാൽ 4-ാമത്തെ ഒരറയുണ്ട്, അൺനോൺ വിൻഡോ, അജ്ഞാതയാണ്. എനിക്കും അറിയത്തില്ല, നിങ്ങൾക്കും അറിയത്തില്ല. അത് ദൈവത്തിന് മാത്രം അറിയുന്ന കാര്യം. അത് ദൈവത്തിന് മാത്രം അറിയുന്ന കാര്യം. നിങ്ങൾ എന്നാ മരിക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയാമോ? നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയാമോ? അറിയത്തില്ല. എനിക്കും അറിയത്തില്ല, നിങ്ങൾക്കും അറിയത്തില്ല. എന്നാൽ ദൈവത്തിന് അറിയാം. ദൈവത്തിന് നമ്മുടെ ആരംഭത്തിൽ തന്നെ നമ്മുടെ അവസാനവും അറിയാം. അവൻ സർവജ്ഞാനിയായ ദൈവമായതുകൊണ്ട് നമ്മെക്കുറിച്ചും നമ്മുടെ അന്ത്യം എന്തെന്നും നമ്മെക്കുറിച്ചുള്ള പ്ലാൻ എന്തെന്നും ദൈവത്തിനറിയാം. നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്നും ദൈവത്തിനറിയാം. അത് ദൈവം നമ്മെക്കുറിച്ച് പ്ലാൻ ചെയ്തു വച്ചിട്ടുണ്ട്. നാം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മെക്കുറിച്ച് ദൈവം ഒരു പദ്ധതി നേരത്തെ തയ്യാറാക്കിയതാ. അത് നമ്മിൽ ഇൻസ്റ്റാൾ ചെയ്യും. വായിച്ചേ എഫേസ്യലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം. എഫേസ്യലേഖനം 2-ാം അധ്യായം. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. എല്ലാരെ കുറിച്ചും ദൈവം ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ആ പദ്ധതി എന്താണെന്ന് എങ്ങനെ അറിയും? അതിനാ മനസ്സ് പുതുക്കേണ്ടത്. എവിടെ? നമ്മുടെ രഹസ്യ അറ, നമ്മുടെ പ്രൈവറ്റ് ഏരിയ ദൈവസന്നിധി ഒന്ന് തുറന്ന് സമ്മതിക്കണം. അതൊന്ന് ക്ലിയർ ആക്കുമ്പോൾ ദൈവം തന്റെ പദ്ധതി, ദൈവത്തിന്റെ ഹിതം നമ്മെ അറിയിക്കും. അത് തുറന്നു കാണിക്കും. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അറിയുവാൻ നമ്മുടെ രഹസ്യ അറ പൂർണ്ണമായിട്ട് തുറന്നു കൊടുത്ത, അനുഗമിച്ച്, ഏറ്റുപറഞ്ഞ്, ക്രമീകരിച്ച് ദൈവസനിൽ താഴുമ്പോൾ ദൈവം തന്റെ പദ്ധതി നമ്മെ അറിയിക്കും. അങ്ങനെ ദൈവഹിതം അറിയുവാൻ കഴിയും. അപ്പൊ രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ, അപ്പൊ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ, അഥവാ നാം ജനിക്കുന്നതിന് മുമ്പേ അവൻ നമ്മെ കുറിച്ചൊരു പദ്ധതി. ആ പദ്ധതി എന്തിനാ? നാം ചെയ്തു പോരേണ്ടതിനാണ്. എപ്പോഴാണ് ആ പദ്ധതി ആരംഭിക്കുന്നത്? അവന്റെ കൈപ്പണിയായി നാം സൃഷ്ടിക്കപ്പെടുമ്പോൾ, പുതുജനനം പ്രാപിക്കുമ്പോൾ, വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ നമ്മിലേക്ക് ആ പദ്ധതി ഇൻസ്റ്റാൾ ചെയ്യും. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് പൗലോസ് കർത്താവിനെ അറിഞ്ഞു. താൻ കർത്താവിനെ സമ്മതിച്ചു, അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ ആ അനന്യാസ് തന്റെ അടുക്കലേക്ക് പോകുമ്പോൾ കർത്താവ് പറഞ്ഞു, അനന്യാസിന് ഭയമാണ്. കർത്താവ് പറഞ്ഞു, വായിച്ചേ അപ്പോസ്തലർ 9-ാം അധ്യായം 15-ാം വാക്യം. കർത്താവ് അവനോട്, നീ പോക, അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്ക് മുൻപിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. അപ്പോൾ ഈ പൗലോസിനെ കുറിച്ച് ദൈവം ഒരു പദ്ധതി അങ്ങ് ഇൻസ്റ്റാൾ ചെയ്യും. ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേലിന്റെ മുമ്പിൽ എന്റെ സാക്ഷ്യം വഹിപ്പാനായി ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാണ്. അതാണ് പൗലോസിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. പിന്നെ ഇടയ്ക്ക് വരുന്ന കാര്യങ്ങളൊന്നും ദൈവം അറിയിച്ചു എല്ലാം അങ്ങ് അറിയിച്ചു കൊടുക്കുമെന്ന് ചിന്തിക്കരുത്. അപ്പോഴറിയിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതോടൊന്ന് ബാക്കിയുള്ള ഭാഗം കൊണ്ട് വായിച്ചേ. നാമത്തിന് വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും എന്ന് പറഞ്ഞു. കാണിച്ചു കൊടുക്കും. അതും കൂടെ അങ്ങ് കാണിക്കുകയല്ല.
എല്ലാം അങ്ങ് ഒറ്റ സമയത്ത് വെളിപ്പെടുത്തത്തില്ല, അപ്പോഴപ്പോഴ് കാണിച്ച്. ആദ്യം തന്നെ പൗലോസിനെ അവൻ കഴുത്തറുത്ത് കൊല്ലാൻ പോവുകയാണെന്ന് കാണിച്ച പൗലോസ് ഇറങ്ങിയനെ, നമ്മളാണെങ്കിൽ ഇറങ്ങും വേണ്ടെന്ന് പറഞ്ഞത്. അതുകൊണ്ട് പൊതുവായ കാര്യം കർത്താവ് അറിയിച്ചു, ആ പ്രത്യേക ഉദ്ദേശം അറിയിച്ചു. അത് കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ അറിയിക്കും. അതുകൊണ്ട് ദൈവഹിതം കണ്ടെത്താനായിട്ട് ഭാരപ്പെടുന്ന പ്രിയമുള്ളവർ, ഞാൻ പറയട്ടെ, ദൈവം നിങ്ങളെ കുറിച്ചൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഇന്നതെന്ന് തിരിച്ചറിയുവാൻ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുത്തിയ പിന്നെ ഒരു മൂന്നാമസ്ഥന്റെ ആവശ്യമേ ഇല്ല. ഞാനും എൻ്റെ പിതാവുമായിട്ട് നല്ല ടീമിലാണെങ്കിൽ അദ്ദേഹത്തോട് സംസാരിക്കാൻ ഒരു മൂന്നാമസ്ഥന്റെ ആവശ്യമുണ്ടോ? ഈ മൂന്നാമൻ വരുന്ന കാര്യം എന്താ? അപ്പനുമായിട്ട് നല്ല ബന്ധം ഇല്ല. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ള, നമ്മുടെ സ്പിരിച്വൽ മെച്യൂരിറ്റി, ആത്മീയത മനസ്സിലാക്കുന്ന കാര്യമാണ്. അപ്പനുമായുള്ള ബന്ധം, തലയുമായുള്ള ബന്ധം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ആത്മീയത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ തലയുമായുള്ള ഞരമ്പുകളാലും ഞാടികളാണ് നമ്മുടെ ഓരോ അവയവങ്ങളെയും ബന്ധിച്ചിരിക്കുന്നത്. ഈ തലയുമായുള്ള ബന്ധം വിട്ടാൽ എന്ത് സംഭവിക്കും? കൈയാണെങ്കിൽ തളർന്നു പോകും. അത് മാത്രമല്ല, ചില സെല്ലുകൾ തലയുമായുള്ള ബന്ധം വിടും, അത് തനിയെ വളരാൻ തുടങ്ങും. അത് മാത്രം വളരുകയല്ല, അതിന് അടുത്തടുത്തുള്ളവരെ കൂടെ കൊണ്ടുവരും, കൂട്ടം കൂടും. അതാണ് ക്യാൻസർ സെൽ എന്ന് പറയും. തലയുമായുള്ള ബന്ധം ഇല്ല. സഭയിലെ നേതൃത്വവുമായുള്ള ബന്ധം വിട്ടു. ഈ പ്രാക്ടിക്കൽ കാര്യം അങ്ങോട്ട് കേൾക്കാനായിട്ട് വലിയ നിങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അത് സന്തോഷം. എന്നാൽ ചിലരുടെ ഇങ്ങനെ പോകും. കാരണം അധ്യാപകനായിട്ട് എനിക്കറിയാം, നിങ്ങളുടെ റെസ്പോൺസ് വരുമ്പോ അത് എൻ്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ തട്ടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ പ്രതീക്ഷിച്ചത് ഒരു ആത്മീയ ഉണർവിന്റെ മീറ്റിംഗ് ആയിരിക്കാം. പക്ഷേ ആ ഉണർവ്, ഞാൻ പലപ്പോഴും ചില ഉണർവ് പ്രസംഗം കേട്ടിട്ട് വരുന്നവരോട് ചോദിക്കും, അത് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മെസ്സേജസ്? എന്തോ മെസ്സേജ്, എന്തോ വാച്ചാതിരിക്കും, എന്തോ ഉണർവ്, ജനമെല്ലാം സ്പ്രിങ്ങിലായിരുന്നു. എന്താ പുള്ളി പ്രസംഗിച്ച്? എന്ന് എനിക്കൊരു വലിയ തീരുമാനമുണ്ട്. ഞാൻ എന്ത് പ്രസംഗിക്കുന്നുവോ അതെന്റെ വിശ്വാസികൾ കേൾക്കണം. ഞാൻ ഈ ഇവിടെയുള്ള PMG സഭയെ കുറിച്ച് എനിക്ക് വളരെ അഭിമാനം. ഞാൻ പാറോട്ടുകോണത്തുള്ളൊരു വീട്ടിൽ എന്നെ ഒരു പ്രാർത്ഥനയ്ക്ക് വിളിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് വിളിച്ചപ്പോ ഞാൻ പ്രസംഗിക്കാനായിട്ട് തുടങ്ങി. ഒരു വാക്ക് പറയുമ്പോൾ കൈ ഇരിക്കുന്ന കൈ പോലെ. പിന്നെ ഞാനൊന്നും പറയാൻ സമ്മതിക്കുന്നത് അവർ പറയുന്നത് കേൾക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ഇനിയും ഞാൻ പ്രസംഗിച്ചല്ലാതെ കൈയടിക്കരുത്. പിന്നെ ആ വീട്ടിൽ എന്നെ വിളിച്ചിട്ടുള്ള പിന്നെ നമ്മളെന്താ പ്രസംഗിക്കുന്നതെന്ന് മനസ്സിലാകാതെ എൽക്കടത്ത് ഇങ്ങനെ കണ്ണും അടച്ച് ഇങ്ങനെ കൈയും അടിച്ചുകൊണ്ടിരുന്നാൽ ഒരു പ്രയോജനമില്ല. ദൈവം അതിനും ഗ്രഹിക്കണം, ഗ്രഹിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മെ കുറിച്ചുള്ള ദൈവഹിതം മനസ്സിലാക്കണം. ഒരു കൊല്ലൻ ഒരു കോടാലി ഉണ്ടാക്കി. ആ കോടാലി ഉണ്ടാക്കിയപ്പോ കൊല്ലന് ഉദ്ദേശം ഉണ്ടാകും എന്തിനു വേണ്ടി ഉപയോഗിക്കണമെന്ന്. ഒരാൾ അതുകൊണ്ട് പോയി പാറ പൊട്ടിക്കാൻ കല്ലേലിട്ട് വെട്ടുക, പാറ പൊട്ടുപോകും. അതിന്റെ വായ്ത്തല പോയെങ്കിലേ പോകുന്നല്ലേ വിട്ടു. പിന്നെ ഒരു കൂടം സൃഷ്ടിച്ചു, ഉണ്ടാക്കി, കൂടം ഉണ്ടാക്കി. ആ കൂടം ഉണ്ടാക്കിയ ഒരു ഉദ്ദേശമുണ്ട്, അതും കൊണ്ടുപോയി മരം വെട്ടുക. ഒരു പ്രയോജനമില്ല. നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താണോ അത് നാം തിരിച്ചറിഞ്ഞ് അതിന് വിധേയപ്പെട്ട് അത് ചെയ്താൽ അത് അനുഗ്രഹമായിരിക്കും. അപ്പോൾ ദൈവഹിതം
തിരിച്ചറിയുക. അതിന് നമ്മെ തന്നെ നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദേവദാസൻ പറഞ്ഞു, തന്നെത്താൻ താഴ്ത്തണം. ഏറ്റവും പ്രയാസമുള്ള കാര്യം. നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യമുണ്ട്, മറ്റുള്ളവരെ താഴ്ത്താൻ. ഏറ്റവും എളുപ്പമാണ് മറ്റുള്ളവരെ താഴ്ത്തി സംസാരിക്കാൻ, നമുക്ക് എളുപ്പം. പക്ഷെ തന്നെത്താൻ നീ മറ്റു പല പറയും, ഓ എന്നെ ഇന്നാരും താഴ്ത്തി സംസാരിച്ചു. താഴെ കിടക്കുന്ന ഒരാളെ പിന്നെ താഴ്ത്താൻ പറ്റുമോ? നീ ഉയർന്നിരിക്കുന്നത് കൊണ്ടാണ് നിന്നെ താഴ്ത്താൻ പറ്റാത്തത്. എങ്ങോ ഉയർന്നിരിക്കുക, അതുകൊണ്ടാ താഴ്ത്തുന്നത്. ഇന്ന് താഴെ കിടക്കുന്ന ഒരാളെ പിന്നെ ഇങ്ങോട്ട് താഴോട്ട് ആർക്കും താഴ്ത്താൻ പറ്റത്തില്ല. ഡൽഹിയിൽ ഡബിൾ റൊട്ടി എന്ന് പറയും. ഈ ഇത്രയും വലുപ്പമുണ്ട്, ഊർത്തിങ്ങനെ ഇരിക്കും. അത് ജസ്റ്റ് കൈ കൊണ്ട് അമർത്തിയാൽ അങ്ങ് ചുരുട്ടി ഒരു കയ്യിലാക്കാം. എന്നാൽ ഒരു കഷ്ണം ഇരുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ചുരുട്ടി ഒതുക്കാൻ പറ്റുമോ? അത് ഒതുങ്ങിയിരിക്കുക. ഈ ഒതുങ്ങാത്തവരാണ് ഇങ്ങനെ ഊർത്തിരിക്കുന്നത്. അവരെ മറ്റുള്ളവർക്ക് ഒതുക്കാൻ പറ്റും, താഴ്ത്താൻ പറ്റും, തള്ളിയിടാൻ പറ്റും. അതുകൊണ്ട് മറ്റുള്ളവരെ താഴ്ത്താനല്ല, നമ്മെ തന്നെ താഴ്ത്തുന്നുവെങ്കിൽ അതൊരു ആത്മീയ അനുഗ്രഹമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നമ്മുടെ പ്രാർത്ഥന കേൾക്കാനുള്ള അടിസ്ഥാന നിയമമാണ്. അടിസ്ഥാന നിയമം. ഓക്കെ, എനിക്ക് കർത്താവ് തന്ന ഒരു ആലോചന അടുത്ത 1 മണിക്കൂർ കൊണ്ട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായി അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായം 5-ാം വാക്യം. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. നമ്മുടെ ആത്മീയതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വാസം. എന്നാൽ ആ പ്രാരംഭത്തിലുള്ള വിശ്വാസം ഇന്ന് നമുക്ക് ഉണ്ടോ? എബ്രായർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കണം. പൗലോസ് പറയുന്നു, ഞാൻ വിശ്വാസം കാത്തു. നമ്മുടെ വിശ്വാസം നാം കാക്കണം. കാത്തില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ആദ്യം ഇറങ്ങിയ നാളിലെ വിശ്വാസം നമുക്കുണ്ടോ? എന്നാൽ വിശ്വാസത്തിന്റെ അളവ് വ്യത്യസ്തമാണ്. എല്ലാവർക്കും ഒരേപോലെ വിശ്വാസമില്ല, ഒരേ വിശ്വാസമില്ല, വ്യത്യാസമുള്ള വിശ്വാസം. ചിലർക്ക് അല്പവിശ്വാസം, ചിലർക്ക് വലിയ വിശ്വാസം, ചിലർക്ക് ഇത്ര വലിയ വിശ്വാസം, ചിലർക്ക് അതിവിശുദ്ധ വിശ്വാസം, ചിലർക്ക് കടുക് മണിയോളം വിശ്വാസം. വ്യത്യസ്ത അളവാണ്. എന്നാൽ എന്താണ് വിശ്വാസം? എന്താണ് വിശ്വാസം? വിശ്വാസം എന്ന ആ വാക്ക് വ്യത്യസ്ത അർത്ഥത്തിലാണ് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാം ഒരേ തരത്തിലുള്ള അർത്ഥമല്ല. വിശ്വാസം, വിശ്വസിക്കുക, കർത്താവിൽ വിശ്വസിക്കുക, നമ്മുടെ രക്ഷയ്ക്ക് അടിസ്ഥാനമായി കർത്താവിൽ വിശ്വസിക്കുക. 2, വിശ്വാസം. അതെന്താ? യൂദായുടെ ലേഖനം 3-ാം വാക്യം എന്ന് വായിച്ചേ. യൂദായുടെ ലേഖനം 3-ാം വാക്യം. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. നമുക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ച വിശ്വാസത്തിനു വേണ്ടി പോരാടണം. അതേത് വിശ്വാസം?
അത് ഒരിക്കലായിട്ട് കിട്ടിയ, അത് മാസം തോറും മാറുന്നതല്ല, സംസ്കാരം അനുസരിച്ച് മാറുന്നതല്ല, കാലോചിതമായി മാറുന്നതല്ല, ഒരിക്കലായിട്ട് ലഭിച്ച വിശ്വാസമാണ്. അഥവാ വിശ്വാസ പ്രമാണം. അവിടെ അത് വിശ്വാസ പ്രമാണമാണ്, നമ്മുടെ ഉപദേശമാണ്. ആ ഉപദേശത്തിന് കാലോചിതമായി മാറ്റം വരത്തില്ല. അത് സംസ്കാരം അനുസരിച്ച് മാറുന്നതല്ല. ദൈവത്തിന് സ്തോത്രം. അത് ഒരിക്കലായിട്ട് നൽകുകയാണ്. അമേരിക്ക ചെല്ലുമ്പോൾ ഒരു വിശ്വാസം, ഇന്ത്യയിൽ വരുമ്പോൾ വേറൊരു വിശ്വാസം, കേരളത്തിൽ വരുമ്പോൾ മറ്റൊരു വിശ്വാസം. അല്ല, ഒരിക്കലായിട്ട് നൽകിയതാണ്. ഈ വിശ്വാസ പ്രമാണം കൾച്ചർ അനുസരിച്ച് മാറുന്നതല്ല. ഇന്ന് പലരും പറയുന്നു നമ്മുടെ വിശ്വാസം സംസ്കാരം അനുസരിച്ച് മാറണം. ഞാൻ പറയുന്നു നമ്മുടെ വിശ്വാസം സംസ്കാരം അനുസരിച്ച് മാറുന്നതല്ല, കൾച്ചർ അനുസരിച്ച് മാറുന്നതല്ല. അമേരിക്കൻ കൾച്ചർ അനുസരിച്ച് വേറൊരു വിശ്വാസം, കേരള കൾച്ചർ അനുസരിച്ച് വേറൊരു വിശ്വാസം, നോർത്ത് ഇന്ത്യൻ വിശ്വാസം കൾച്ചർ അനുസരിച്ച് മറ്റൊരു വിശ്വാസം. അങ്ങനെ ഇല്ല, അങ്ങനെ ഇല്ല. ഒരു വിശ്വാസം, ഒരു വിശ്വാസ പ്രമാണം. നമ്മുടെ കർത്താവ് ഇസ്രായേൽ മക്കളോട് പറഞ്ഞ എന്താ? ലേവ്യ പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോ നമ്മുടെ പ്രമാണം എന്തായിരിക്കണം എന്ന് അവിടെ രേഖപ്പെടുത്തി. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. നിങ്ങൾ പാർത്തിരുന്ന മിസ്രയീം ദേശത്തിലെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്. നിങ്ങൾ പാർത്തിരുന്ന മിസ്രയീമിലെ മര്യാദകളോ നടപ്പുകളോ നിങ്ങൾ അനുസരിക്കരുത്, പാലിക്കരുത്. ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന കനാൻ ദേശത്തിലെ നടപ്പ് പോലെയും അരുത്. നിങ്ങൾ കനാനിൽ പോകുമ്പോ കനാന്യ നടപ്പും കനാന്യ മര്യാദയും നിങ്ങൾ അനുസരിക്കരുത്. അവരുടെ മര്യാദ ആചരിക്കരുത്. എന്റെ വിധികളെ അനുസരിച്ച്, എന്റെ വിധികളെ അനുസരിച്ച്, എന്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് നടക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. മിസ്രയീമിൽ ഒരു പ്രമാണം, കനാനിൽ വേറൊരു പ്രമാണം, അമേരിക്കയിൽ വേറൊരു പ്രമാണം, ഇംഗ്ലണ്ടിൽ മറ്റൊരു പ്രമാണം, നോർത്ത് ഇന്ത്യയിൽ വേറൊരു പ്രമാണം, കേരളത്തിൽ മറ്റൊരു. അങ്ങനില്ല. ഒരു കൾച്ചറിന്റെയും അടിസ്ഥാനത്തിലല്ല നമ്മുടെ ഉപദേശം ക്രമീകരിക്കേണ്ടത്. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഉപദേശം ക്രമീകരിച്ചിരിക്കുന്നത്. കൾച്ചർ മാറിപ്പോകും. ഇവൻ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കൾച്ചറായിരുന്നു യഹൂദ കൾച്ചർ. യേശുക്രിസ്തു യഹൂദ കൾച്ചറിലാണ് ജനിച്ചു വളർന്നത്. അത് ദൈവവചനത്തോട് അടുത്ത ഒരു കൾച്ചറാ. യേശു എന്നാ പറഞ്ഞ്, നിങ്ങൾ അവരുടെ മര്യാദ അനുസരിച്ച് നടക്കാൻ പാടില്ല. പരീശന്മാർ ചെയ്യുന്ന പോലെ ചെയ്യാൻ പാടില്ല. ആ ഒരു സ്ക്രൈബ്സ് ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. നമ്മുടെ വ്യവസ്ഥ അതല്ല. നമ്മുടെ ഒരു സ്വർഗീയമായ ദൈവരാജ്യത്തിന്റെ പ്രത്യേകമായ ഒരു വ്യവസ്ഥയാണ് തന്നിരിക്കുന്നത്. അതനുസരിച്ച് മാറണം. അപ്പോൾ വിശ്വാസ പ്രമാണം, വിശ്വാസത്തിന് ഇവിടെ വിശ്വാസ പ്രമാണം എന്നാണ്. അടുത്തത് നാം വായിക്കുമ്പോ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം അതിന്റെ 7-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ, എന്നാൽ ഓരോരുത്തരും ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. ഒരുത്തൻ ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുത്തൻ അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു. വേറൊരുത്തൻ അതേ ആത്മാവിനാൽ വിശ്വാസം. വിശ്വാസത്തിന്റെ വരം. അപ്പോ ഒന്ന് യേശുവിലുള്ള വിശ്വാസം, അത് അടിസ്ഥാനം. 2 വിശ്വാസ പ്രമാണം. 3 വിശ്വാസത്തിന്റെ വരം. വിശ്വാസത്തിന്റെ വരം അതെല്ലാവർക്കും ഒന്നും ഇല്ല. എല്ലാവർക്കും വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? ഉണ്ട്. പക്ഷെ വിശ്വാസത്തിന്റെ വരമുണ്ടോ? ഇല്ല. എല്ലാവർക്കും ഇല്ല. ചിലർക്ക്. ഈ വിശ്വാസം എന്ന് പറഞ്ഞ എന്താ? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഉടനെ പറയും, ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ അത് ഒരു ഭാഗം മാത്രമേ ആണ്.
വിശ്വാസം എന്ന് പറഞ്ഞാൽ സീയിങ് ദി ഇൻവിസിബിൾ, ബിലീവിങ് ദി ഇൻക്രെഡിബിൾ ആൻഡ് ഡൂയിങ് ദി ഇമ്പോസിബിൾ. എന്താ സീയിങ് ദി ഇൻവിസിബിൾ? കാണാൻ കഴിയാത്തത് നമ്മുടെ മുമ്പിൽ കാണുന്നു. വിശ്വസിക്കാൻ കഴിയാത്തത് കേൾക്കുമ്പോൾ നാം വിശ്വസിക്കുന്നു. ഒരിക്കലും നമുക്ക് കഴിയാത്ത കാര്യങ്ങൾ വിശ്വാസത്തിൽ നമുക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നു. അതാ വിശ്വാസം. എല്ലാവർക്കും ആ വിശ്വാസമില്ല. പ്രകൃത്യാതീതമായ സംഭവങ്ങൾ നടക്കുമെന്നുള്ള ആ ദൃശ്യമായ ആവിഷ്കാരം നമ്മുടെ ഉള്ളിലുണ്ടാകുന്നു. ഞാൻ പറഞ്ഞു മനസ്സിലായില്ല? ഒരിക്കലും സാധ്യമല്ലാത്ത ചില കാര്യങ്ങൾ സാധ്യമെന്ന് നമ്മുടെ കണ്ണാൽ, വിശ്വാസ കണ്ണാൽ നാം കാണുന്നു. ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്താൽ നാം വിശ്വസിക്കുന്നു. ഒരിക്കലും എന്നെ കൊണ്ട് സാധിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ സാധിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ അംഗീകരിക്കുന്നു. അതാ വിശ്വാസം. അതാ കൃപാവരം. എല്ലാവർക്കും ഒരേപോലെ ഇല്ല, വ്യത്യസ്തമാണ്. എനിക്ക് ഒരു സഹോദരിയുടെ ഒരു മകൻ ശേഷക്കാരനുണ്ട്. അദ്ദേഹം ബറോഡയിൽ കർത്താവിന് വേദിയില്ല. അദ്ദേഹത്തിനുള്ള വിശ്വാസം എനിക്കില്ല. എനിക്ക് രോഗം വരുമ്പോൾ ഞാൻ മരുന്ന് കഴിക്കാം. എന്നാൽ താനും തൻ്റെ കുഞ്ഞുങ്ങളും വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഒരു ടാബ്ലറ്റ് പോലും എടുത്തിട്ടില്ല. കഴിഞ്ഞ ദിവസം ആ മകളുടെ കൈ വീണ്, സ്കൂട്ടറിൽ നിന്ന് വീണ് പൊട്ടി. എല്ലാവരും പറഞ്ഞു പ്ലാസ്റ്റർ ഇടണം, അത് വേണം. പുള്ളിക്കാരി സാധാരണ പോയ വെച്ച് കെട്ടണം. ചിലപ്പോൾ അത് അമിത ആവേശമാണെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. കാരണം അമിത ആവേശം അത് പാടില്ല. പക്ഷെ ഞാൻ പറയട്ടെ, ഒന്ന് വെച്ച് കെട്ടിയത് പോലുമില്ല. ആ കൈ നീരായിരിക്കുന്ന ആ ഫോട്ടോ അയച്ചു തന്നു. ഭീകരമായി തോന്നി, വലിയ ഭീകരമായി തോന്നി. എന്നാൽ ആ സഹോദരിക്ക് ഞാൻ ചോദിച്ചു, മോളെ വേദനയുണ്ടോ? അങ്കിള് വേദന ഇല്ലാതിരിക്കുമോ? വേദനയുണ്ട്. പിന്നെ നിന്റെ മുഖം എന്ത് തെളിച്ചമാണ്. അതാ വിശ്വാസം. അതാ വിശ്വാസം. കഴിഞ്ഞ ആഴ്ച വീണ്ടും ഫോട്ടോ അയച്ചു. പൂർണ്ണമായിട്ട് സൗഖ്യം. കൈ പൊക്കി കാണിച്ചു, ഇങ്ങനെ കാണിച്ചു. ആ വിശ്വാസം എനിക്കില്ല. തനിക്ക് ആ വിശ്വാസം. വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ എല്ലാവർക്കും ഒരേപോലെ വിശ്വാസം ഇല്ല. വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടിരിക്കുക. കെ പ്രൊഫസറിന്റെ ആത്മകഥയിൽ പുനലൂർ നടന്ന ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഒരു കൺവെൻഷൻ അറേഞ്ച് ചെയ്തു. കൺവെൻഷൻ അറേഞ്ച് ചെയ്താൽ ദൈവദാസന്മാര് ആ പ്രസംഗിക്കുന്ന കൃത്യസമയത്ത് ആ സംഘാടകർ ഇങ്ങനെ സ്വോത്രം പറഞ്ഞു വരണമേ നോക്കി 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 ഇരിക്കും. അപ്പോ വരും, പ്രസംഗം കഴിഞ്ഞ് സ്ഥലം വിടും. ഇവിടെ ദേവദാസൻ പറഞ്ഞു 11 മണിക്ക് വന്നാൽ ഞാൻ പറയും. കൃത്യം 11 മണിക്ക് ഞാൻ ഇവിടെ വന്നു. സമയം പാലിക്കുക എൻ്റെ ജീവിതത്തിൽ ഒരു നിഷ്ഠയാണ്. അതിന് മാറ്റം വരത്തില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും അസൗകര്യം വഴിമന്തിയെ നമ്മൾ പ്രതീക്ഷിക്കാത്തത് വന്നാൽ വിളിച്ചു പറയും, ഞാൻ 10 മിനിറ്റ് ലേറ്റായി വരത്തുള്ളൂ. ഇങ്ങനെ സംഭവിച്ചു. എന്നാൽ അക്കാലത്ത് ദൈവദാസന്മാര് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് അവർ നേരത്തെ അങ്ങ് പോകും. അവിടെ ഇരുന്ന് പ്രാർത്ഥനയിൽ ഇരിക്കും. അപ്പോഴാണ് ആ മുളയും കവുകും ഓലയൊക്കെ കൊണ്ടുവന്ന് പന്തലിടുക. അവിടെ പന്തലിട്ടുകൊണ്ടിരിക്കുക. വൈകിട്ട് പ്രസംഗം പന്തലിട്ടുകൊണ്ട്. അങ്ങനെ പന്തലിട്ടുകൊണ്ടിരിക്കുമ്പോ പ്രൊഫസർ വെളിയിലേക്ക് വന്ന് നോക്കി. കാർമേഘം ഇരുണ്ടുകൂടി വന്നിരിക്കുക. ഭയങ്കര മഴ ഉടനെ പെയ്യും. അപ്പൊ അവിടെ ഇരുന്നോട് താനാ ഇങ്ങനെ പറഞ്ഞു, ഓ ഇന്ന് കൺവെൻഷൻ നടക്കുകയില്ലല്ലോ, മഴയാണല്ലോ എന്ന് പറയും. ഒരു സാധുവർഗത്തിൽപ്പെട്ട ഒരു മോശ എന്ന് പറയുന്ന ഒരു സഹോദരൻ ഇത് കേട്ടു. ഉള്ളൂണ് സാറേ, ദൂതൊരുക്കിയായിട്ട് മഴയുടെ കാര്യം ഞാൻ ഏറ്റോളാം.
ഉണ്ണോളി സാർ ദൂതൊരുക്കിയാട്ടെ മഴയുടെ കാര്യം ഞാൻ ഏറ്റുന്നേ. ആ മനുഷ്യൻ ആ പന്തലിന്റെ പണി തീർന്നിട്ട് പോയി ചെന്നൊരു അവരുടെ തിരുന്ന മുട്ടുകാലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥന ശക്തമായി തീർന്നു. ഉണ്ണോളി സാറ് വീണ്ടും വന്ന് വെളി നോക്കിയപ്പോൾ കാർമേഘം 4 ഭാഗത്തേക്കും അടിച്ചു മാറി. ഒരു 10 കിലോമീറ്റർ അകലെ ഭയങ്കര ശക്തമായ മഴ പെയ്തു. ഈ 10 കിലോമീറ്റർ ഡയമീറ്ററിൽ മഴ പെയ്തില്ല. 300 സ്റ്റാറിനേക്കാളും വലിയ വിശ്വാസം ആ മോശം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരും ഉറക്കം വരാത്തവർ എത്ര പേരുണ്ട്? കൈയൊന്ന് ഉയർത്തി. ഉറക്കം വരാത്തവരാണെങ്കിൽ അവരെ എങ്ങനെയെങ്കിലും ആശുപത്രി കൊണ്ടുപോകണം, ഉറക്കത്തിനുള്ള ടാബ്ലറ്റ് കഴിക്കണം. ഉറക്കം വരാത്തവരാണെങ്കിൽ അല്ലേ, ഉറക്കം വരാത്തവരാണെങ്കിൽ അവർ ടാബ്ലറ്റ് കഴിക്കണം. ഇപ്പൊ ഉറക്കം വരാത്തവർ എത്ര പേരുണ്ട്? അവരുടെ കൈ ഉയർത്തി. ഇപ്പൊ ഉറക്കം വരാത്ത കൈത്തറിയ ചിലരൊക്കെ നന്നായി ഉറങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രസംഗം നിങ്ങളുടെ തലയിൽ ഞാൻ കുലുക്കിയൊന്നും പ്രസംഗിക്കുന്നില്ല. ക്ഷീണമുള്ളവരുണ്ട്, എനിക്കറിയാം. വീട്ടിൽ രാത്രി ഉറങ്ങാൻ കഴിയാത്തവരുണ്ട്, എനിക്കറിയാം. അപ്പൊ അവർ വന്ന ഏറ്റവും സുന്ദരമായൊരു സ്ഥലമാണ് സ്വസ്ഥമായിരുന്നു ഉറങ്ങാൻ കഴിയുന്നത്. അവരുടെ ഉറക്കം നിങ്ങൾ കെടുത്തരുത്. പിന്നെ അടുത്തിരിക്കുന്ന ആളുടെ പുറത്തേക്ക് വീണ് അയാളുടെ ഉറക്കം കെടുത്തായിരുന്നിട്ടാണ്. ഓക്കെ, അപ്പോ വിശ്വാസത്തിന്റെ അളവ് വ്യത്യസ്തമാണ്. അത് 3ാമത്തെ വിശ്വാസം. 4ാമത്തത് വായിക്കാം. സദൃശവാക്യങ്ങൾ 31:11. സദൃശവാക്യങ്ങൾ 31:11. ഭർത്താവിന്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു. ഭർത്താവിന്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു. അതിനു വേണ്ടി നമുക്ക് പറയാം വിശ്വസ്തത എന്നും കൂടെ പറയാം. അന്യോന്യമുള്ള വിശ്വസ്തതയ്ക്കും ഈ പദം ഉപയോഗിച്ചിരിക്കുന്നു. ഭർത്താവ് ഭാര്യയിൽ വിശ്വസിക്കുന്നു, ഭാര്യ ഭർത്താവിൽ വിശ്വസിക്കുന്നു. മലാക്കി പ്രവചനം 3-14-15 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ യൗവനത്തിലെ ഭാര്യമാരോട് അവിശ്വസ്തത കാണിക്കരുത്. അപ്പോൾ അന്യോന്യമുള്ള വിശ്വസ്തത, പരസ്പര വിശ്വസ്തത. എന്നാൽ പലരും ഇന്ന് അത് വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടം. ഇന്ന് മാത്രം മലാക്കി പ്രവാചകന്റെ കാലഘട്ടത്തിൽ അത് കുറഞ്ഞിരുന്നു. അവർക്ക് പ്രാർത്ഥനയുണ്ട്, യാഗമുണ്ട്, എല്ലാം ഉണ്ട്. ഭർത്താവ് ദിനംതോറും വന്ന് യാഗം നടത്തുന്നു. യാഗം നടത്തുമ്പോ അവിടെ എഴുതിയിരിക്കുന്നത്, ആ യാഗത്തിന്റെ പുക എനിക്ക് സുഗ്രാഹ്യമല്ല, അത് എൻ്റെ അടുക്ക വരത്തില്ല. ആ യാഗം നീ അർപ്പിക്കുമ്പോൾ ഞാൻ കാണുന്നത് ചില ഞരക്കങ്ങളും നിലവിളിയുമാണ്. ആ യാഗത്തിന്റെ മീതെ ഞരക്കങ്ങളും നിലവിളിയും മാത്രമാണ് ഞാൻ കാണുന്നത്. അഥവാ നീ മറ്റുള്ള മുമ്പിൽ യാഗം നടത്തുമ്പോൾ ആ യാഗത്തിന്റെ മുകളിൽ നിന്റെ ഭാര്യയുടെ, നിന്റെ ഭർത്താവിന്റെ കരച്ചിലും നെടുവീർപ്പും കണ്ണുനീരുമാണെന്ന് മറന്നു പോകരുത്. അത് പാടില്ല. നമ്മുടെ പങ്കാളിയോട് നാം എത്രമാത്രം വിശ്വസ്തരായിരിക്കും. ഇന്ന് പലരുടെയും പങ്കാളി അവരുടെ ഐഫോൺ അല്ലെങ്കിൽ സെൽഫോൺ. ഭാര്യയെ ഒന്ന് താരോടുന്നതിനേക്കാൾ എത്രയോ അധികം ഇതിനെ അങ്ങ് തടവിക്കൊണ്ടേയിരിക്കുക. തടവി രാത്രി കിടക്കാൻ നേരം അത് അടുത്ത് ഭാര്യ അങ്ങേപ്പുറത്ത് കാണാതിരിക്കും. തലോടൻ നമ്മുടെ കൈ അവയവങ്ങളൊക്കെ തന്നെ. ഈ മുതുക എന്തിനു വേണ്ടിയാ തന്നത്? മുതുകിന്റെ ഫംഗ്ഷൻ എന്താ? വലിയ ഫംഗ്ഷൻ ഉണ്ടെങ്കിലും എന്താ ഫംഗ്ഷൻ? അതിന് സ്വയമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ അതിന്റെ പുറത്തൊന്ന് തലോടിയാൽ അതൊരു സുഖമാണ്, അല്ലേ? മുതുവിനെ ഒന്ന് തലോടിയാൽ സുഖം.
ഇന്ന് തലോടല് മൊത്തം ഇല്ല. അത് സഹോദരിമാരും ഒട്ടും കുറവില്ല. ഏറ്റവും കൂടുതൽ ഇപ്പൊ സഹോദരിമാരാണ്. അവര് കഴിയുന്നത് മാറ്റത്തില്ല. അത് ഇരിക്കുമ്പോഴും അത് കുക്കിംഗ് ചെയ്യുന്നത് അതും വെച്ചോണ്ട് ഇങ്ങനെ വെച്ചോണ്ട് കുക്ക് ചെയ്യുന്നത് അത് കണ്ടോളാം. നിങ്ങൾ പങ്കാളിയോട് നിങ്ങൾ സംസാരിക്കുന്നതിനേക്കാൾ അധികം അത് വേണ്ടാത്ത കാര്യങ്ങളാ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. അത് വലിയ ആപത്തായി മാറും. നിങ്ങളുടെ ജീവിത പങ്കാളിയോട് നിങ്ങൾ എങ്ങനെ വിശ്വസ്തരായിരിക്കുന്നു, അതാ കർത്താവ് ഇന്ന് പകൽ കാണുന്നു. ഇവിടുത്തെ അക്ഷരീകമായി നമ്മുടെ ജീവിത പങ്കാളി നമ്മുടെ ഭാര്യ ഭർത്താവാണെങ്കിലും ആത്മീയമായി നമ്മുടെ ജീവിതത്തിന്റെ പങ്കാളി ആരാ? യേശുക്രിസ്തു. യേശുക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ വിശ്വസ്തത എത്രമായിരിക്കുന്നു? ആ വിശ്വാസം എങ്ങനെയായിരിക്കുന്നു? ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ആ വിശ്വാസമാണ്. കർത്താവിനോടുള്ള വിശ്വാസം. ആ വിശ്വാസത്തിന്റെ അളവ്, ആഴം കുറഞ്ഞു പോയിട്ടുണ്ടോ? ആർത്തലുള്ള രക്ഷിക്കപ്പെട്ട നാളിലെ ആ വിശ്വാസം, ആ സ്നേഹം ഇന്നുണ്ടോ? വിശ്വാസം, വിശ്വസ്തത എന്ന് പറയുന്ന സ്നേഹം എല്ലാം കൂടെ. ആരംഭകാലത്തിലെ വിശ്വാസം, ആ സ്നേഹം ഉണ്ടോ? കർത്താവിനോട് ഉണ്ടോ? സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും അടുത്ത ആഴമേറിയ സ്നേഹം എപ്പോഴാണ് നടക്കുന്നതെന്ന് അറിയാമോ? വായിച്ച് യിരെമ്യാ പ്രവചനം 2-ാം അധ്യായം 2-ാം വാക്യം. യിരെമ്യാ പ്രവചനം 2-ാം അധ്യായം 2-ാം വാക്യം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, ആ. നീ ചെന്ന് യെരൂശലേം കേൾക്കെ വിളിച്ചു പറയേണ്ടത്, ആ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ആ. മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് തന്നെ ആ. നീ എന്നെ അനുഗമിച്ച് നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തിയും നിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. വിവാഹം നിശ്ചയിച്ച കാലത്തെ സ്നേഹം, അന്നത്തെ സ്നേഹം കാലം കഴിയുമ്പോ ഉണ്ടോ? നമ്മള് കർത്താവിനോടുള്ള പറയുമ്പോൾ ഭർത്താവിനോട് എങ്ങനെ ഇരിക്കുന്നു, ഭാര്യയോട് എങ്ങനെ ഇരിക്കുന്നു ചിന്തിക്കുക. ഇവിടെ നടക്കുന്നെങ്കിലേ അതവിടെ ഉള്ളൂ. ഇവിടെ ഇല്ലാതെ അവിടെ ഇല്ല. വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ. വെർട്ടിക്കലായിട്ട് ദൈവവുമായുള്ള സ്നേഹത്തിന്റെ ആഴം നാം മനസ്സിലാക്കുന്നത് നമുക്ക് തന്നിരിക്കുന്ന ജീവിത പങ്കാളിയോടുള്ള ആ വിശ്വസ്തത, ആ സ്നേഹം. ജീവിത പങ്കാളിയുമായി ഒരു ബന്ധവുമില്ല. ഓ, ഞാൻ അങ്ങ് പ്രാർത്ഥനയില്ല, ഉപവാസത്തിലാക്കണം. നോ, അത് ശരിയല്ല. ദൈവം അതിനത് അംഗീകരിക്കുന്നില്ല. ജീവിത പങ്കാളിയുമായി ഒരു ബന്ധവുമില്ല. തന്നോട് സംസാരിക്കത്തില്ല, അവരോട് സംസാരിക്കത്തില്ല. ഒരു വീട്ടിൽ പാർക്കുന്നു, പക്ഷെ ഒരു ബന്ധവുമില്ല. അങ്ങനെയുള്ളവർ ദൈവവുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ അത് ശുദ്ധ അബദ്ധം. ഇവിടെ അത് തെളിയിക്കുന്ന അന്യോന്യം നമ്മൾ സ്നേഹിക്കത്തില്ലെങ്കിൽ കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും? ആ കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്നു എന്നതിന്റെ തെളിവാണ് നാം അന്യോന്യം സ്നേഹിക്കുന്നത്. ഞാൻ എൻ്റെ ഭാര്യയോട് വിശ്വസ്തത കാണിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് വിശ്വസ്തത കാണിക്കുന്നു. ദൈവത്തോട് മാത്രം വിശ്വസ്തത കാണിക്കാൻ കഴിയത്തില്ല. അത് തെളിയിക്കപ്പെടുന്നത് നമ്മുടെ കുടുംബ ജീവിതത്തിൽ. ആ ആദ്യ വിശ്വാസം, ആ ആദ്യ സ്നേഹം ഭർത്താവിനോടുണ്ടോ, ഭാര്യയോടുണ്ടോ? ആ വിശ്വസ്തത ഇന്നുണ്ടോ? ഞങ്ങളുടെ സെൻട്രൽ ഒരു ദേവാസം ഉണ്ടായിരുന്നു, ഇപ്പൊ അമേരിക്കയിൽ പോയി. അദ്ദേഹം പറയാറുണ്ട്, ഈ ആദ്യ സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട്, കല്യാണം കഴിച്ച ആ നാളുകളിൽ ഒരിക്കലും മാങ്ങ കിട്ടിയാൽ, പഴുത്ത മാങ്ങ കിട്ടി, അതുകൊണ്ടുപോയി കഴുകി ചെത്തി പൂളി കഷ്ണങ്ങളാക്കി ഒരു പ്ലേറ്റിലിട്ട് കൊണ്ടുവന്ന് അച്ചായാന്ന് പറയും, കഴിച്ചോളാൻ പറയും. വർഷങ്ങൾ ചെന്ന് കഴിയുമ്പം അവിടെ മാങ്ങ ഇരിപ്പുണ്ട്, സഹോദരിയുണ്ട്. സഹോദരി, ആ മാങ്ങയൊന്ന് ചെത്തിപ്പൊളിത്ത.
അച്ഛൻ വേണമെങ്കിൽ എനിക്കും കൂടെ ഒന്ന് ചെത്തി കൊടുത്താ. തിരക്ക്, ജീവിതത്തിന് തിരക്കുണ്ട്, കുഞ്ഞുങ്ങളെ നോക്കണം, അവരുടെ കാര്യങ്ങൾ നോക്കണം, അതൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ടായിട്ട് വെറുതെ ഇരിക്കുമ്പോ ഭർത്താവെന്ന് ചോദിക്കുക, ഒരു മാങ്ങ ചെത്തിപ്പൊടുത്ത അച്ഛൻ പോയി എനിക്കും കൂടെ ചെത്തി തന്നു. ആ സ്നേഹത്തിന്റെ ആഴം. ഞാനും നിസ്സാരമായ കാര്യങ്ങളാണ്. മറ്റേതാണെങ്കിൽ ഒന്നിച്ചേ പോകത്തുള്ളൂ, ഒന്നിച്ചേ വരത്തുള്ളൂ. എവിടെ പോയാലും ആഴ്ചയിൽ ഒരിക്കൽ പോയി ഔട്ടിങ് ഇവിടെ പോകും. ഭയങ്കര സ്നേഹം, പോയാൽ ഭയങ്കര സ്നേഹം. പക്ഷെ ഇപ്പോഴുണ്ടോ? പോയാൽ യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല. ഭർത്താവ് എവിടെ പോയെന്ന് ചോദിച്ചാൽ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അങ്ങനെയുള്ളവരോട് ഞാൻ പറയുന്നു, അവർ ദൈവത്തോടും ബന്ധമില്ല, ദൈവവുമായി ഒരു ബന്ധമില്ല. അവരെത്ര ഉപവസിച്ചാലും, എത്ര അന്യഭാഷ പറഞ്ഞാലും, എത്ര കൈയടിച്ചാലും ഒരു പ്രയോജനമില്ല. നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒരു പ്രസംഗം പ്രതീക്ഷിച്ച് കാണത്തില്ല. നിങ്ങൾ ആത്മീയരെന്ന് പറയുന്നത് ഉപവാസപ്രാർത്ഥനയിൽ വന്ന് കൈയടിച്ച് അന്യഭാഷ പറഞ്ഞ് ദീർഘമായി പ്രാർത്ഥിച്ച് ഇരിക്കുന്നതാണ് ആത്മീയം എന്ന് പറയാം. ഈ കഷായത്തിൽ കുറികോലിടുന്ന എപ്പോഴാണ് സാറേ? കഷായത്തിൽ കുറികോലിട്ട് ആ വൈദ്യം നോക്കുന്നത് തിളയ്ക്കുമ്പോഴാണോ? തിളയ്ക്കുമ്പോഴല്ല, തിളയൊക്കെ അടങ്ങി തണുത്തിരിക്കുമ്പോ നോക്കും അളവ് ശരിയാണോ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദൈവം നമ്മെ അളക്കുന്നത് നമ്മളിങ്ങനെ തിളച്ച് തുള്ളി നിൽക്കുമ്പോ ദൈവം അളവ് പോലിട്ട് നോക്കോ, നല്ല ആത്മീയ, നല്ല ആത്മീയൻ. നോ നോ, അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിൽ വലിയ ഉണർവൊന്നും വേണ്ട. വചനത്തിനൊത്തം, വചനമാകുന്ന അളവുകോലിന് ഒത്തവണ്ണം നാം ജീവിച്ചാൽ അവനാണ് ആത്മീയൻ. ദൈവത്തിന് സ്തോത്രം. നമ്മള് കൊരിന്ത്യ സഭയെ കുറിച്ച് നോക്കിയാൽ കൊരിന്ത്യ സഭയെ പോലെ ആത്മീയമുള്ള ഏതെങ്കിലും സഭയുണ്ടോ? വായിച്ചേ, 1:6 മുതൽ, 1:6 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. അവനിൽ നിങ്ങൾ സകലത്തിലും വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. നിങ്ങൾ സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരാണ്. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരെ. 21 കൃപാവരം ഉണ്ടെങ്കിൽ 21 അവർക്കുണ്ട്. കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. അത് മാത്രമല്ല, കർത്താവ് ഇന്നിപ്പോ വന്ന് പറന്നു പോകും. ഇത്രയും പ്രതീക്ഷ നമുക്കുണ്ടോ? കർത്താവ് ഇന്ന് വന്നാൽ പോകാൻ തയ്യാറായി എത്ര പേരുണ്ട്? വെറുതെ ഞാൻ കൈ ഉയർത്തി പാവം ചെയ്യിപ്പിക്കുന്നില്ല. ഞാൻ എപ്പോഴും ഓർക്കുന്നത് വല്യമ്മച്ചിയുടെ കാര്യം. ഒരു 80 വയസ്സുള്ള വല്യമ്മച്ചി രാവിലെ പ്രാർത്ഥിക്കാനുള്ള ശാരീരിക ക്ഷീണമുള്ളൂ. വൈകിട്ട് 5 മണി മുതൽ 8 മണി വരെ ആ കട്ടിലയിൽ ഇരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയുടെ പാരമ്യത്തിൽ അമ്മച്ചി, കർത്താവേ, പ്രാണനാഥ, നീ വരണമേ, നിനക്കായി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത് കൊച്ചുമക്കളൊക്കെ ഇങ്ങനെ കേൾക്കും, എന്നും കേൾക്കും. കൊച്ചുമക്കൾ തീരുമാനമെടുത്തു, ഈ അമ്മച്ചി പ്രാർത്ഥിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അമ്മച്ചി അറിയാതെ 4 പേര് 4 മണിയായപ്പോ കട്ടിലിന്റെ കീഴിൽ കയറി. ഒരുത്തൻ ഒരു സേറം എടുത്തിട്ട് റൂഫിന്റെ മുകളിലും കയറി. അമ്മച്ചിയുടെ പ്രാർത്ഥനയുടെ ആ പാരമ്യത്തിൽ കർത്താവേ, പ്രാണനാഥ വരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ സൈറനൂതി. മകള് നിന്റെ പ്രാർത്ഥന കേട്ടു. പെട്ടെന്ന് കട്ടിൽ മേലോട്ട് പൊങ്ങാൻ തുടങ്ങി. അമ്മച്ചി പറഞ്ഞു, കർത്താവേ, ഇന്ന് വേണ്ട, ഇപ്പൊ വേണ്ട. എന്റെ മകൾ അമേരിക്കയിൽ നിന്ന് വന്നില്ല, കൊച്ചുമകളുടെ കല്യാണം നടന്നില്ല, ഇളയ മകന്റെ വീട് വെച്ച് പാലുകാച്ച് നടന്നില്ല. അയ്യോ, എത്രയൊക്കെ പദ്ധതിയാ, ഇപ്പൊ പോണോന്ന് പറഞ്ഞതാ. പക്ഷെ എന്തോ അർത്ഥമുണ്ട്. അതേപോലെയാ ഇപ്പൊ കർത്താവ് വന്ന പോകാൻ തയ്യാറായി എത്ര പേരെന്ന് ചോദിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നില്ല ആത്മാർത്ഥമായിട്ടാണ് കൈ ഉയർത്തുന്നതെന്ന്.
100 കൂട്ടം പദ്ധതികൾ ക്രമീകരിച്ച് വെച്ചിട്ടാണ് നാം പ്രാർത്ഥിക്കുന്ന. കർത്താവേ പ്രാണനാഥ വരണേ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ കർത്താവിനോടുള്ള ഭക്തി, സ്നേഹം, വിശ്വസ്തത എങ്ങനെയാ തെളിയിക്കുന്നത്? വീട്ടിലെ ഭർത്താവിനോടും ഭാര്യയോടുമുള്ള വിശ്വസ്തത. അപ്പോൾ നമുക്ക് വിശ്വാസം, അതാണ് നമ്മുടെ വിഷയം. ഈ വിശ്വാസം നമുക്കുണ്ടോ? ഈ വിശ്വാസം ഉണ്ടോ? നിങ്ങളെല്ലാം ഉണ്ടെന്ന് പറയും. ഈ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നത് ഏത് സഞ്ചിയിലാ? നിങ്ങളുടെ വിശ്വാസം വെച്ചേക്കുന്ന എവിടെയാ? വായിച്ചേ തിമോഥെയോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യം. 3-ാം അധ്യായം 9-ാം വാക്യം. അവർ വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവരായിരിക്കും. അപ്പൊ എവിടെയാ വെച്ചേക്കേണ്ടത്? ഈ വിശ്വാസം എവിടെയാ വെക്കുന്നത്? ശുദ്ധ മനസാക്ഷി. മനസാക്ഷിയാകുന്ന സഞ്ചിയിലാണ് ഈ വിശ്വാസം വെച്ചേക്കുന്നത്. ആ മനസാക്ഷി പോയാൽ എന്ത് സംഭവിക്കും? തിമോഥെയോസ് 1-ാം അധ്യായം 18-19 വാക്യങ്ങളൂടെ വായിച്ചു. മകനെ തിമോഥെയോസേ, നിന്നെ കുറിച്ച് മുൻപുണ്ടായ പ്രവചനങ്ങൾക്ക് ഒത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവനായി. വിശ്വാസം ഉണ്ടെങ്കിൽ നല്ല മനസാക്ഷി ഉണ്ട്. നല്ല മനസാക്ഷി ഉണ്ടെങ്കിൽ വിശ്വാസം ഉണ്ട്. അടുത്ത വാക്യം വായിച്ചേ. അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസക്കപ്പൽ. അപ്പൊ ഈ നല്ല മനസാക്ഷി പോയാൽ വിശ്വാസം പോകും. നല്ല മനസാക്ഷി പോയാൽ ഇപ്പോൾ വിശ്വാസം എവിടെയായിരിക്കുന്നത്? നല്ല മനസാക്ഷി. അതെവിടെയാ? ഈ മനസാക്ഷി എവിടെയാ? സ്മോളെ, ഈ മനസാക്ഷി, കോൺഷ്യൻസ് എവിടെയായി? നമ്മുടെ കോൺഷ്യൻസ്, മനസാക്ഷി ഉണ്ടോ? ഉണ്ട്. ഉണ്ടെങ്കിൽ അത് എവിടെ ആയിരിക്കുന്നത്? അതിന്റെ ആകൃതി എന്താ? ഹാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനൊരു ആകൃതിയുണ്ട്. ശ്വാസകോശം എന്ന് പറഞ്ഞാൽ ആകൃതിയുണ്ട്. കിഡ്നി എന്ന് പറഞ്ഞാൽ ആകൃതിയുണ്ട്. കരൾ എന്ന് പറഞ്ഞാൽ ആകൃതിയുണ്ട്. നമുക്ക് കാണിക്കാം. പക്ഷെ മനസാക്ഷി എങ്ങനെ ആയിരിക്കുന്നത്? മനസാക്ഷി എവിടെ ആയിരിക്കുന്നത്? എവിടെയാണ് മനസാക്ഷി? ഉണ്ടോ? ഉണ്ടെങ്കിൽ പിന്നെ എവിടെ ആയിരിക്കുന്നത്? അത് എങ്ങനെയായിരിക്കുന്നത്? എന്നാ പാസ്റ്റർ ഒന്ന് പറ. എനിക്കും അറിയത്തില്ല അതെങ്ങനെയായിരിക്കുന്നേ, എവിടെ ആയിരിക്കുന്നേ അറിയത്തില്ല. പക്ഷെ അത് ഉണ്ടെന്നറിയാം. തലച്ചോറല്ല, ഹാർട്ടല്ല, കിഡ്നിയല്ല, അത് ഒന്നുണ്ട്. മനസാക്ഷി എന്ന ഒന്നുണ്ട്. ഈ മനസാക്ഷിയുടെ ആകൃതി എന്തായിരിക്കും അറിയാൻ വയ്യ. തമ്പിയുടെ ഹൃദയം എന്ന് പറയുന്ന ഒരു പുസ്തകം, ഒരു ചെറിയ ബുക്ക്ലെറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹാർട്ട് ഓഫ് മാൻ. തമ്പിയുടെ ഹൃദയം. ഒരു ഹാർട്ടാണ്, അതിന്റെ മേളിൽ ഒരു മനുഷ്യന്റെ തല. ആദ്യം അതിനകത്ത് സകലവിധമായ കാട്ടുമൃഗങ്ങളും പാമ്പും എല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു. അത് കഴിഞ്ഞ് അതിലേക്ക് ദൈവവചനത്തിന് പ്രകാശം ഇങ്ങനെ അടിക്കുമ്പോൾ ഇതിങ്ങനെ പോകാൻ തുടങ്ങും. അത് കഴിഞ്ഞ് അതിനകത്ത് യേശു ക്രിസ്തു കയറി വരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ അവസാനം വരുമ്പോ അത് ദൈവവചനമുണ്ട്, ഒരു നക്ഷത്രമുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോ ആ നക്ഷത്രത്തിന് 6 കാലുള്ള ഒരു നക്ഷത്രം. 6. അവര് പറയുന്ന ആ നക്ഷത്രമാണ് മനസാക്ഷി. അപ്പൊ നക്ഷത്രം പോലെയാണ് മനസാക്ഷിയെങ്കിൽ അതിന് 6 കൂർത്ത കോണുകളുണ്ട്. അപ്പോ ഈ മനസാക്ഷി കുത്തുന്നെന്ന് പറയാറില്ലേ? അപ്പൊ അതിന് മൊനയുണ്ട്. മനസാക്ഷി കുത്തുന്നെന്ന് പറഞ്ഞാൽ അതിന് മൊന ഉണ്ട്. അപ്പോൾ അങ്ങനെ ഏതോ ഒരു സാധനമായി മനസാക്ഷി, മൊനയുള്ള കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം. നമ്മളൊരു തെറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ മനസാക്ഷി കറങ്ങാൻ തുടങ്ങും. അത് ഹൃദയത്തിന്റെ ഭിത്തിയിൽ അങ്ങ് എത്തും. അപ്പൊ നാം എന്ത് ചെയ്യും? ചെയ്യാതെ മാറും. എന്നാൽ അത് അവഗണിച്ചുകൊണ്ട്, മനസാക്ഷി അവഗണിച്ചുകൊണ്ട് നാം ചെയ്തുകൊണ്ടേ ഇരുന്നാൽ ഇത് കറങ്ങി അതിന്റെ മൊന പോകും. മൊന പോയി കഴിഞ്ഞാൽ പിന്നെ കറങ്ങും, പക്ഷേ മനസാക്ഷി
ഇന്ന് നമ്മുടെ മനസാക്ഷി എങ്ങനെ ഇരിക്കുന്നു? കുത്തുന്നുണ്ടോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു പാപം നാം തുടർച്ചയായി ചെയ്താൽ ഈ മനസാക്ഷി പിന്നെ അത് ഫങ്ഷൻ ചെയ്യാനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. കാരണം മനസാക്ഷി തഴമ്പിച്ചു പോയി. മനസാക്ഷി തഴമ്പിച്ചു പോയി. എത്ര പേരുടെ മനസാക്ഷി ക്ലിയർ ആണ്? അതോ തഴമ്പിച്ചിരിക്കും? ഞാൻ നോർത്ത് ഇന്ത്യയിൽ ഏകദേശം 11 വർഷം കർത്താവിന്റെ വേലയിലായിരുന്നു. അന്ന് ഈ മിലിറ്ററി ക്യാമ്പുകളിൽ പോയി പ്രവർത്തിക്കാറുണ്ട്. അവരുടെ വീരഗാഥകളും അവരുടെ കഥകളും ഒക്കെ അവർ ഞങ്ങളോട് പറയും. ഞങ്ങൾ വന്ന 23 വയസ്സ് 22 വയസ്സേ ഉള്ളൂ. അവിടെ ചെറുപ്പക്കാരാണ് എന്ന് കഥ പറയും. അപ്പോ അവർക്ക് ഈ PT നടക്കുമ്പോ ഏതെങ്കിലും തെറ്റ് ചെയ്താൽ അവർക്ക് ശിക്ഷയാണ്. ശിക്ഷാമുറകൾ വ്യത്യസ്തമാണ്. സാധാരണ ചെയ്യുന്നത് അവരുടെ ഷൂവിൽ ലേസ് ഊരി ഷൂവിനകത്തേക്ക് തരി മണൽ വാരിയിട്ട് നിറച്ച് ടൈറ്റ് ചെയ്ത് കെട്ട് എന്നിട്ട് ജോഗ് ചെയ്യാൻ പറയും. ജോഗ് ചെയ്യുമ്പോൾ കാലിലേക്ക് തരി മണൽ കയറും, രക്തം വാർന്നൊഴുകും, തളർന്നു വീഴും. ഈ ശിക്ഷ പല ആവർത്തി ലഭിക്കുമ്പോൾ അവിടുത്തെ കാല് തഴമ്പാകും. പിന്നെ ചാടുന്നത് ഒരു സുഖമാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് വിശ്വാസികൾ ഒരു മനസാക്ഷി കുത്തുമില്ലാതിരിക്കുന്നതിന്റെ കാര്യം അവിടെ മനസാക്ഷി തഴമ്പിച്ചു പോയി. മനസാക്ഷി തഴമ്പിച്ചാൽ എന്ത് സംഭവിക്കും? നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. വിശ്വാസം ഉണ്ടോ? നമ്മിൽ ഉണ്ടോ? വിശ്വാസം ഉണ്ടോ? മനസാക്ഷി ക്ലിയർ ആണല്ലോ, അതോ തഴമ്പിച്ചു പോലും? ഈ മനസാക്ഷിയിൽ ചോർച്ച വീണാൽ നാം അറിയാതെ വിശ്വാസം നഷ്ടപ്പെടും. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങള് പത്തനാപുരത്ത് പട്ടാഴി എന്ന് പറയുന്ന സ്ഥലത്ത് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 35 വർഷം മുമ്പ് 38 വർഷം മുമ്പ് ശുശ്രൂഷിക്കുന്നു. അന്ന് പത്തനാപുരം കാട്ടുപത്തനാപുരം, ആരെങ്കിലും പത്തനാപുരത്തിനുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ, കാട്ടുപത്തനാപുരമായിരുന്നു. ഇന്ന് ആകപ്പാടെ മാറ്റമാണ്. അന്നൊരു വല്യപ്പച്ചി ചേമ്പും കാച്ചിലും എല്ലാം കൂടെ ഒരു കുട്ടയിൽ വെച്ച് പത്തനാപുരം ചന്തയിൽ വിറ്റ് മടങ്ങിപ്പോകാൻ നേരം അവിടെ വഴിയില് ഒരു സൈക്കിളിലൊരു പെട്ടി വെച്ചുകൊണ്ട് ഒരു ബെല്ലടിച്ചുകൊണ്ട് ഇങ്ങനെ ഏതോ സാധനം വിൽക്കുന്നു. കിണിന്ന് ബെല്ലടിക്കുന്നു. സാധനം 5 പൈസ 5 പൈസ 5 പൈസ എന്ന് പറയുമ്പോ അതിനകത്ത് ഈർക്കിലിന്റെ അറ്റത്ത് ഒരു ഐസ്. ഇന്നത്തെ ടൈപ്പ് ഐസ് ഒന്നും, ഐസ്ക്രീം ഒന്നും അന്ന് ഐസ്ക്രീം ഇല്ല, ഐസേ ഉള്ളൂ. നിറമുള്ള പച്ചയും ചുവപ്പും മഞ്ഞയും നിറമുള്ള ഈർക്കിലിന്റെ അറ്റത്ത് ഫിറ്റ് ചെയ്ത. അന്ന് സ്കൂളിന്റെ മുറ്റത്തൊക്കെ കൊണ്ട് വിൽക്കുമ്പോ 5 പൈസ കയ്യിലില്ലാത്തത് കൊണ്ട് വെള്ളം ഇറക്കിയിട്ട് പോകാൻ. എന്നാൽ ഇന്ന് അതിനുള്ള സാഹചര്യമൊക്കെ ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു തൊട്ടു പോകരുത്. എന്ത് ഗതികേടാ, തൊട്ടു പോകരുത്. അപ്പൊ അമ്മച്ചി കൊച്ചുമക്കൾക്കായ ഒരു 3-4 വാങ്ങി. അതിന്റെ സ്വഭാവം എന്താണെന്നൊന്നും അല്ലമ്മച്ചിക്ക് അറിയത്തില്ല. അന്ന് മടിയിലേക്ക് ഈ ഐസ്ക്രീം ഈ ഐസ് ചുരുട്ടി വെച്ചിട്ട് വല്യമ്മച്ചി കുട്ടയെടുത്ത് തിരിച്ചു പോവുക, മീനും മേടിച്ച് പോവുക. തോടും വയലും ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തണം. ഒരു മണിക്കൂർ 1/4 മണിക്കൂർ യാത്ര ചെയ്യണം. യാത്ര ചെയ്ത വീട്ടിൽ മുറ്റത്ത് കഴിയുമ്പോൾ കൊച്ചുമക്കളെല്ലാം ഓടി വന്നു. അമ്മച്ചി എന്തോ കൊണ്ടുവന്നു. മക്കളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു പുതിയ സൂത്രം കൊണ്ടുവന്നിട്ടുണ്ട്. കുട്ട താഴെ ഇറക്കി വെച്ചു. മടി തുറന്നു നോക്കിയപ്പോ 5 ഈർക്കിൽ. ഇതേപോലെ പറയുകയും മനസാക്ഷിയാകുന്ന സഞ്ചി അഴിച്ചു നോക്കിയാൽ വിശ്വാസത്തിന്റെ വി കാണത്തില്ല, ശ്വാസം ഉണ്ടായ. നമ്മുടെ വിശ്വാസം എങ്ങനെ ഇരിക്കുന്നു? വിശ്വാസം ഉണ്ടോ? ഈ വിശ്വാസം ഉണ്ടോ എന്ന് എങ്ങനെ അറിയാം? ടെസ്റ്റ്. നമുക്ക് ബ്ലഡ് ഷുഗർ ഉണ്ടെന്ന് നോക്കാനായിട്ട് ഉണ്ടച്ചൊക്കെ ഉണ്ടല്ലോ, അത് എടുത്ത് ഫിറ്റ് ചെയ്തിട്ട് ഇച്ചിരി ബ്ലഡ് അങ്ങോട്ട് നോക്കുമ്പോൾ ഉണ്ട് ഇല്ല ഇത്രയുണ്ടെന്ന് പറയും. അതേപോലെ ഒരു അളവ് എന്ത് ചെയ്യാൻ പോകും? നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ എന്ന് പേടിക്കണ്ട. ശരിയായ വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ഇന്ന് അറിയാം. ആ ടെസ്റ്റ് ഒന്ന് നടത്താനായിട്ട് ആഗ്രഹിക്കുക. എല്ലാവരും റെഡിയാണല്ലോ?
മോനെ പറയിരിക്കുന്ന മോന് റെഡിയാണല്ലോ ആ ടെസ്റ്റ്. വി ആർ ഗോയിങ് ടു ഹാവ് എ ടെസ്റ്റ് ഓഫ് അവർ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസത്തിന്റെ ആ ടെസ്റ്റ് ഒന്ന് ചെയ്യാൻ പോവാം. എല്ലാവരും ഉറങ്ങുന്നവർ ഉണർന്നിരുന്നൊന്ന് ടെസ്റ്റ് ചെയ്യാം. തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം. ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധ ഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. അപ്പോ സ്നേഹത്തിന് 3 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. സ്നേഹത്തിന് 3 ഇൻഗ്രീഡിയൻസ് ആണ്. ഒന്നെന്താ? ശുദ്ധ ഹൃദയം. 2 നല്ല മനസ്സാക്ഷി. 3 നിർവ്യാജ വിശ്വാസം. ഈ 3 നമുക്കുണ്ടെങ്കിൽ എന്തുകൊണ്ട്? സ്നേഹമുണ്ട്. അഥവാ സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് നിർവ്യാജ വിശ്വാസം. നിർവ്യാജ വിശ്വാസം ഉണ്ടെങ്കിൽ നല്ല മനസാക്ഷിയുണ്ട്. നല്ല മനസാക്ഷി ഉണ്ടെങ്കിൽ ശുദ്ധ ഹൃദയം. തിരിച്ചു പറഞ്ഞാൽ ശുദ്ധ ഹൃദയം ഉണ്ടെങ്കിൽ നല്ല മനസാക്ഷി, നല്ല മനസാക്ഷി ഉണ്ടെങ്കിൽ നിർവ്യാജ വിശ്വാസം. ഇത് 3 ഉണ്ടെങ്കിൽ സ്നേഹം. അപ്പോ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം. സ്നേഹമുണ്ടോ? നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട്. സ്നേഹം ഇല്ലെങ്കിൽ വിശ്വാസം ഇല്ല. അപ്പോ ഓരോരുത്തരൊക്കെ ഒന്ന് സ്നേഹം എനിക്കുണ്ട്, വിശ്വാസവും. സ്നേഹമുണ്ടോ? കൈ ഉയർത്താൻ ഭയങ്കര പേടി. സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർവ്യാജ വിശ്വാസമുണ്ട്. നിർവ്യാജ വിശ്വാസം ഉണ്ടെങ്കിൽ നല്ല മനസാക്ഷിയുണ്ട്. നല്ല മനസാക്ഷി ഉണ്ടെങ്കിൽ ശുദ്ധ ഹൃദയമുണ്ട്. ശുദ്ധ ഹൃദയം ഉണ്ടെങ്കിൽ നല്ല മനസാക്ഷിയുണ്ട്. നല്ല മനസാക്ഷി ഉണ്ടെങ്കിൽ വിശ്വാസമുണ്ട്. ഇത് 3 ഉണ്ടെങ്കിൽ സ്നേഹം. ടെസ്റ്റ് നടന്നില്ല. സ്നേഹമുണ്ട് എങ്കിൽ വിശ്വാസം. സ്നേഹമാണ് വിശ്വാസത്തിന്റെ അടയാളം. സ്നേഹം. അപ്പൊ സ്നേഹമുണ്ടോ? കുഴപ്പമില്ലാത്ത തെറ്റില്ലാത്ത സ്നേഹം ഞങ്ങള് കൊണ്ട് കുഴപ്പമില്ല. സ്നേഹം 4 വിധമുണ്ട്. 4 വിധ സ്നേഹം. ഗ്രീക്ക് ഭാഷയിൽ 4 പദങ്ങളാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. 4 പദങ്ങൾ. ഒന്നാമത്തെ അകപ്പയല്ല. ഒന്നാമത്തെ ഫിലോ. ഫിലോ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ്. അതിനൊന്നുകൂടെ പറഞ്ഞാൽ അങ്ങോട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടുള്ള സ്നേഹം. ഫ്രണ്ട്ഷിപ്പ് ആരംഭിക്കുന്നത് എങ്ങനെയാണല്ലോ? കാണുമ്പോൾ ഒന്ന് ചിരിച്ചു കാണിച്ചു, ഇങ്ങോട്ട് തിരിച്ചു, പിന്നെ അടുത്ത പ്രാവശ്യം ഒന്ന് സംസാരിച്ചു, പിന്നെ ഇങ്ങോട്ട് സംസാരിച്ചു, പിന്നെ അടുത്ത പ്രാവശ്യം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് കൈമാറി, പിന്നെ ഒന്നിച്ച് കണ്ടു, ഐസ്ക്രീം പാർലറിൽ പോയി ഒന്നിച്ച് ഐസ്ക്രീം കഴിച്ച്, ഇങ്ങനെ അത് വളർന്നുകൊണ്ടേയിരിക്കും. ഫ്രണ്ട്ഷിപ്പാണ് ഫിലോ. അങ്ങോട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട്. വിശ്വാസിയുടെ ഇടയിലോ അങ്ങോട്ടുണ്ടെങ്കിൽ എന്നെ കാണുമ്പോൾ ചിരിച്ചാൽ ഞാൻ ചിരിക്കും, എനിക്ക് കൈ തന്നാൽ കൈ, എന്നോട് സംസാരിച്ചാൽ സംസാരിക്കും, എന്റെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വന്നാൽ നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന, എന്റെ വീട്ടിൽ നിന്ന് ചായ കുടിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ചായ കുടിക്കും. ഇതില്ലെങ്കിലോ സ്നേഹമില്ല. ഇത് അങ്ങോട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടുള്ള സ്നേഹമാണ് ഫിലോ സ്നേഹം. ഇന്ന് പലരുടെയും ജീവിതത്തിൽ അത്രയേ ഉള്ളൂ. അത് ഹിന്ദുക്കൾക്കില്ലേ? അവരുടെ വീട്ടിൽ പോയാൽ അവർ നമ്മുടെ വീട്ടിൽ വരത്തില്ലേ? അവരോട് സംസാരിച്ചാൽ നമ്മോട് സംസാരിക്കത്തില്ലേ? ഈ സ്നേഹമേ നമുക്കുള്ളൂ. ചിലര് എൻ്റെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വരാഞ്ഞുകൊണ്ട് ഞാൻ അവരുടെ വീട്ടിൽ പോകത്തില്ല. ഞാൻ കേരളത്തിൽ ഒരു വലിയ സഭ, ഒരു 450-500 പേരുള്ള ഒരു സഭയിൽ ശുശ്രൂഷിക്കുക. ഒരു കോട്ടേജ് മീറ്റിംഗ് കഴിഞ്ഞു. ഞാൻ ആശീർവാദം പറഞ്ഞു. എൻ്റെ വലതുഭാഗത്തിരിക്കുന്ന അച്ഛൻ, ഞാനില്ലെങ്കിൽ മീറ്റിംഗ് നടത്തുന്ന ആളാണ്. പെട്ടെന്ന് ബൈബിൾ കക്ഷത്തിൽ വെച്ച് കുടയെടുത്തു, വാനൊരുങ്ങി. അച്ഛാ എന്തോ ധൃതി? ഞാനങ്ങ് പോകും. ഇവിടെ കാപ്പിയുണ്ട്, കാപ്പി കുടിച്ചിട്ട് പോയാണോ? കാപ്പി കുടിക്കുന്നില്ല, വേണ്ട വേണ്ട. എന്താ പറ്റി? വേണ്ടാത്തെ? വേണ്ട. ഞാൻ അങ്ങോട്ട് പിടിച്ചിരുത്തി, കാപ്പി കുടിച്ചിട്ട് പോയാൽ മതി. മുഖത്ത് ഭയങ്കര ദേഷ്യം.
പാസ്റ്ററോടായിട്ട് ഞാൻ പറയാം. കഴിഞ്ഞ ആഴ്ച പ്രാർത്ഥന ആരുടെ വീട്ടിലായിരുന്നു? അച്ഛൻ്റെ വീട്ടിലായിരുന്നു. എൻ്റെ വീട്ടിലെ പ്രാർത്ഥനയ്ക്ക് ഇവിടുത്തെ സഹോദരി കാപ്പി കുടിക്കാതെ പോയത് കൊണ്ട് ഞാനും കുടിക്കത്തില്ല. ഈ സ്നേഹമല്ല ഉള്ളോ നമുക്ക്? എത്രയോ പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ സഹോദരി വന്നില്ല, ഞാൻ പോകുന്നില്ല. അവരുടെ വീട്ടിൽ അത് കുടിക്കത്തില്ല. പോയാൽ തന്നെയും ഫാസ്റ്റിംഗ് ആണെന്ന് കള്ളം പറഞ്ഞ് കുടിക്കാതെ. ഇന്ന് പലരും അങ്ങനെയാ. അയ്യോ ഭയങ്കര അടവാ, ഞാന് ഉച്ച മുതൽ ഫാസ്റ്റിംഗ്, നാളെ ഇനി കഴിക്കും, വീട്ടിൽ പോയി ആഹാരം കഴിക്കും. എന്തൊരു വിശ്വാസികളായി! അങ്ങോട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടുള്ള സ്നേഹം. ചിലര് വന്ന് പറയാറുണ്ട്, അടുത്ത് പാസ്റ്റർമാരിൽ എല്ലാം കേട്ടെല്ലാം പറ്റത്തുള്ളൂ, കേൾക്കാതിരിക്കാൻ പറ്റത്തുള്ളൂ. ഞങ്ങളുടെ ഒരു പ്രത്യേക സാഹചര്യമാണ്. പലപ്പോഴും ചിന്തിക്കും, ഇതൊക്കെ ഞാൻ കേൾക്കുന്നത് എന്തിനാ? കേട്ടേ പറ്റത്തുള്ളൂ. കേൾക്കും. ഇതും പറയാ, ആ സഹോദരൻ ഇന്നലെ എന്നെ കണ്ടിട്ട ഇങ്ങനെ ഒഴിഞ്ഞു മാറിപ്പോയി, മുഖം തന്നില്ല. ഞാൻ പറഞ്ഞു, സഹോദര ഓടിച്ചെന്നത് എന്ന് തോളത്ത് കെട്ടിട്ട്, അച്ഛൻ ബ്രദർ എങ്ങോട്ട് പോവാന്ന് ചോദിക്കാൻ. നോക്കാത്ത രാജാവിനെ ഞാൻ തൊഴാൻ പോകത്തില്ല. നോക്കാത്ത രാജാവിനെ ഞാൻ തൊഴത്തില്ല. അങ്ങനല്ലേ നമ്മുടെ വിശ്വാസം? അങ്ങനെ പറഞ്ഞില്ലേലും ഉള്ളിന്റെ ഉള്ളിൽ അങ്ങനെയല്ലേ? ആ സ്നേഹമല്ല ഉള്ളോ നമുക്ക്? രണ്ടാമത്തെ പദം സ്റ്റാർഗേ എന്ന പദമാണ്. സ്റ്റാർഗേ അത് കടപ്പാടുകളിൽ അധിഷ്ഠിതമായ സ്നേഹമാണ്. ലവ് ഓഫ് ഓബ്ലിഗേഷൻ. ലവ് ഓഫ് ഓബ്ലിഗേഷൻ, കടപ്പാടുകളിൽ അധിഷ്ഠിതമായ സ്നേഹം. ഞാൻ എൻ്റെ മക്കളെ സ്നേഹിക്കുന്നു. എന്താ? അപ്പയൊക്കെ നിങ്ങളെ സ്നേഹിക്കാൻ കാരണം നിങ്ങളുടെ മക്കളായതുകൊണ്ട്. ആ ഓബ്ലിഗേഷനാണ്. മക്കൾ അമ്മയപ്പന്മാരെ സ്നേഹിക്കുന്നു. എന്താ? ഓബ്ലിഗേഷൻ. എന്നാൽ ആ ഓബ്ലിഗേഷൻ പോലും മറന്നുപോയ പെന്തക്കോസ്ത് വിശ്വാസികളുണ്ട്. ഒരു കൂരയിൽ താമസിക്കുന്ന, ഒരുമിച്ച് താമസിക്കുന്ന അപ്പച്ചനോട് ഒരു വാക്ക് മിണ്ടാത്ത മരുമകൾ. ഒരിക്കൽ ഒരു അപ്പച്ചൻ്റെ അടുത്ത് പറഞ്ഞു, പാസ്റ്ററെ എൻ്റെ മരുമകൾ എനിക്കൊരു പുതിയ പേരിട്ടു. ചില പേര് വർഗീസ് എന്നല്ലേ? ഒന്നല്ല, എന്നെ വിളിക്കുന്ന ഒരു പുതിയ പേരില്ല. എന്താ? ഹോയ് ചായതായിരിക്കുന്ന, ഹോയ് കാപ്പി കുടിക്കാൻ പാ. അപ്പച്ച എന്ന് വിളിക്കാൻ പറ്റത്തില്ല. ഒരു കുരയുടെ കീഴില്ല. ഞാൻ പറയാ, ഏത് സ്വർഗത്തിൽ പോകാനാ ഇതൊക്കെ ഒരുങ്ങിക്കെട്ടിയിരിക്കുന്നത്? ഏത് സ്വർഗത്തിൽ പോകാനാ? ഇപ്പൊ ഞാൻ ചിന്തിക്കുക, ഒരു ഉണർവ് പ്രസംഗകൻ വന്ന ദൂതൊക്കെ തല കുലുക്കിയൊക്കെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളെല്ലാം ജമ്പ് ചെയ്തിരുന്നേനെ. പക്ഷേ ഒന്നും പ്രാപിക്കത്തില്ല. എന്നാൽ ഇത് ദൂത. ഞാൻ പറയുന്ന ദൂത കൈവച്ച് പറയുന്നില്ലെന്നേ ഉള്ളൂ. സ്വന്തം അവൻ കുടുംബത്തിൽ അന്യോന്യം സംസാരിക്കാത്തവർ, മാതാപിതാക്കളെ സ്നേഹിക്കാത്തവർ, മാതാപിതാക്കൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാത്തവർ, അവർ ചിലപ്പോൾ അവിശ്വാസികളായിരിക്കാം. അവർ ചിലപ്പോൾ ഓഹരി തന്നിരിക്കാം. അവർ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ട പരിഗണന തന്നില്ലെന്നിരിക്കാം. എന്നാൽ ഞാൻ പറയട്ടെ, അവർ നിങ്ങളുടെ അപ്പനും അമ്മയാണ്. അവരില്ലാതെ നിങ്ങൾ ഇവിടെ അസ്തിത്വം പ്രാപിക്കുകയില്ലായിരുന്നു. അത് നിങ്ങൾ മറന്നു പോകരുത്. അവരെ സ്നേഹിക്കുക, അവരെ പരിഗണിക്കുക. ഞാൻ വേദപുസ്തകത്തിൽ നോക്കുമ്പോ ദാവീദ് ഒരിക്കൽ ആ വലിയ പ്രവാചകൻ വന്ന് വീട്ടിൽ യാഗം നടത്തുമ്പോ ഇളയ മോൻ എവിടായിരുന്നു? വനാന്തരത്തിൽ. ഒരു പരിഗണനയില്ല, ഒരു പരിഗണനയില്ല. അവൻ പറയുന്നു, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ കാത്തു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം എന്നെ ചേർത്തു. അവനൊരു നല്ല ഇങ്ങനെ ഒരു ജീവിതത്തിൽ ക്രമീകരണങ്ങളൊക്കെ ആയി, താൻ വാർദ്ധക്യത്തിലായിട്ട് പക്വതയിലായി, തനിക്ക് രാജാവാകാനുള്ള അഭിഷേകം കിട്ടി. എങ്കിലും താൻ ഓടി നടക്കുക. ഒരു ഭാഗത്ത് എഴുതിയിരിക്കുന്നത്, താൻ ഇങ്ങനെ ഓടി നടക്കുമ്പോ തൻ്റെ അപ്പനെയും അമ്മയും ഇവിടെ അബീമേലെക്ക് രാജാവിന്റെ അടുക്ക കൊണ്ടുപോയിട്ട് ഇങ്ങനെ പറയുന്നു, രാജാവേ,
എനിക്കൊരു നല്ല കാലം വരുന്നതുവരെ ഇവരെ ഒന്നുകൂടെ താമസിപ്പിക്കണം. നോക്ക്, ദാവീദിന് വല്ല കാര്യമുണ്ട്? മൂത്ത 7 ചേട്ടന്മാരുണ്ട്. അവർക്ക് നോക്കിക്കൂടെ? അവരെല്ലാം പട്ടാളത്തിലും അവർക്ക് നല്ല സൗകര്യത്തിലാണ്. ഈ നായെ പോലെ ഓടി നടക്കുന്ന ഈ ദാവീദ് തന്റെ കഷ്ടകാലത്തിൽ പോലും തന്നെ മറന്നു കളഞ്ഞ ആ മാതാപിതാക്കളെ താൻ മറക്കാതെ അവരെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം താൻ ഏറ്റെടുത്തെങ്കിൽ പെന്തക്കോസ്തുകാരാ, നിന്റെ അവസ്ഥ എന്താ? ഒരിക്കൽ വീട്ടുമുറ്റത്തൂടെ ആക്രി ചോദിച്ചുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകുമ്പോ അവിടുത്തെ കൊച്ചു മകൻ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിലുണ്ട് ആക്രി. ആക്രി അദ്ദേഹം വലിയ ഉത്സാഹത്തോടെ വാ മാനെ കൊണ്ടുപോയി വീട്ടിലെ ബാക്കിൽ ഒരു ഔട്ട് ഹൗസ് ഉണ്ട്, ചെറിയ മുറി. ദാണ്ടേ ഇവിടുത്തെ ആക്രി. വല്യപ്പച്ചൻ അതിനകത്തിരിക്കും. വല്യപ്പച്ചനെ ഔട്ട് ഹൗസിലാക്കിയിരിക്കുക. ആക്രിയാ. യഥാർത്ഥത്തിൽ അവരെയൊക്കെ മക്കളെയൊക്കെ കൈ വളരുന്നോ കാല് വളരുന്നോ നോക്കി വളർത്തി. എത്രയോ സന്ദർഭത്തിൽ അവരുടെ ചെറുപ്പത്തിൽ സുഖമായിട്ടൊന്നും ഉറക്കാൻ കഴിയാതെ കിടക്കയൊക്കെ നനച്ച് മൂത്രം മുക്കി, എന്നിട്ടും സന്തോഷത്തോടുകൂടെ അവർക്ക് മാറ്റി വിരിച്ച് അവരെ കിടത്തി. എത്രയോ പ്രാവശ്യം കയ്യിലും ദേഹത്തൂടെ മലമൂത്ര വിസർജ്യങ്ങൾ നടത്തി. അതെല്ലാം ക്ഷമിച്ച് അതെല്ലാം കഴുകി വളർത്തി ഒരു പരുവമാക്കിയപ്പോ അപ്പനെ അമ്മയെ ആക്രിയാക്കി കളയുന്ന അവരുടെ ഗതി എന്താകുമെന്ന് ഊഹിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ സമയം പോവുകയാണ്. അപ്പോ സ്റ്റാർഗ എന്ന പദമാണ് രണ്ടാമത്. കടപ്പാടുകൾ അധിഷ്ഠിതമായ സ്നേഹം. ആ സ്നേഹമുണ്ടോ? ആ സ്നേഹം ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? വിശ്വാസവും ഇല്ല, സ്നേഹവും ഇല്ല. ആ സ്നേഹം, മാതാപിതാക്കളോടുള്ള സ്നേഹം നമുക്കില്ലെങ്കിൽ, അവരെ പരിഗണിക്കുന്നില്ലെങ്കിൽ, അവരെ അവഗണിക്കുന്നില്ലെങ്കിൽ, ഞാൻ പലപ്പോഴും മക്കളൊരു വിളി പോലും ഇല്ല, അവർക്ക് ഒരു പൈസയും കൊടുക്കണ്ട, നിങ്ങൾ ഡോളറൊന്നും അയച്ചു കൊടുക്കണ്ട, വല്ലപ്പോഴും വിളിച്ച് അമ്മേ വാ, ആ സ്നേഹമസനമായ വിളിയൊന്ന് കേൾക്കാൻ കാത്തിരിക്കുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. ഒരു മാറ്റം വരണം. ആ സ്നേഹമില്ലാതെ പെന്തക്കോസുകാരനാണെന്ന് പറഞ്ഞ് നടക്കരുത്. കർത്താവിന്റെ നാമത്തിന് അപമാനം ദൈവത്തിന്. അടുത്തത് മൂന്നാമത്തെ പദം ഇറോസ്. വേദപുസ്തകത്തിൽ ഒരിക്കൽ പോലും കാണാത്തതും ഗ്രീക്ക് ക്ലാസിക്കലിൽ നിറഞ്ഞിരിക്കുന്നതുമായ ഒരു പദമാണ് ഇറോസ്. ഇറോസ് എന്ന് പറഞ്ഞാൽ ജഡീക സ്നേഹം, അനുരാഗം, പ്രേമം, ഇങ്ങനെയുള്ള പദമാണ്. അത് ഈ ഫിലോ സ്നേഹം മൂത്ത് ഇറോസായി മാറും. ഫ്രണ്ട്ഷിപ്പ് വളർന്നാണ് ഇറോസായി മാറും. അപ്പോൾ തന്നെ ഇറോസിന് മറ്റൊരു പദമുണ്ട്, ബൗണ്ട്ലെസ് ലവ്. ബൗണ്ടറി ഇല്ലാത്ത സ്നേഹം, അതിര് കവിഞ്ഞ സ്നേഹം, അതിര് വിട്ട സ്നേഹം. ഞാൻ ആ പദമാണ് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. നമ്മുടെ ഇടയിൽ ചില അതിരുവിട്ട സ്നേഹങ്ങളുണ്ട്. ഒന്നിച്ചേ പോകത്തുള്ളൂ, ഒന്നിച്ചേ വരത്തുള്ളൂ, ഒന്നിച്ചേ ഇരിക്കത്തുള്ളൂ. ഒരിടത്ത് ആള് നല്ല ഞെരുങ്ങിയിരുന്നാൽ തറയിലാണെങ്കിൽ ഒന്ന് അതിൻ്റെ ഇടയിലോട്ട് കയറി ഒന്ന് കുലുങ്ങി ഇടയ്ക്കിരിക്കും. സാറിന് കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒന്നിച്ചേരിക്കത്തുള്ളൂ. ഒരു വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കി അടുത്ത വീട്ടിലെത്തും, അവിടെ ഉണ്ടാക്കി ഇങ്ങോട്ട് വരും. എല്ലാവർക്കും പോകത്തില്ല. ക്ലിക്സ് എന്ന് പറയുന്നത്, ചില ക്ലിക്കുകൾ എല്ലാവരും ഒരേപോലെ കാണാം, ചിലര് മാത്രമായിട്ട്. ഞാൻ പറയാറുണ്ട്, കൂടുതൽ അടുത്ത് നടന്നാൽ എന്ത് സംഭവിക്കും? കാല് തട്ടും. ആ വീഴ്ച ഭയങ്കരമായിരിക്കും.
പണ്ട് കരളുമായിരുന്നപ്പോൾ പകർന്ന പല പരമരഹസ്യങ്ങളും പുറത്തു വരും. ആകെ നാറും. പണ്ട് അവർ ചക്കരയും തേങ്ങയും പോലെയാണ്. ഇപ്പൊ ചിരകയും തേങ്ങയും പോലെയാണ്. ചെറുവയും തേങ്ങയും ഉണ്ടാമിട്ടത്തില്ല, സംസാരിക്കത്തില്ല. കുറച്ചു നാൾ അങ്ങനെ വന്ന് ഇണങ്ങി, പിന്നെ ഒരു ഗ്രൂപ്പ് കൊണ്ടേയും കൊണ്ട് അങ്ങ് പോവുക. ഇതൊക്കെ നമ്മുടെ സഭകളിൽ നടക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. ആ സ്നേഹം ജഡീക സ്നേഹമാണ്. അതല്ല നമുക്ക് വേണ്ടത്. ഫോർത്ത് വൺ, അഗാപ്പെ. അഗപ്പെ വൺ വേ ട്രാഫിക്, ടു വേ ട്രാഫിക് അല്ല. നാം ശത്രുക്കളായിരുന്നപ്പോൾ നമ്മെ സ്നേഹിച്ച സ്നേഹമാണ് ദൈവസ്നേഹം. നാം അങ്ങോട്ട് സ്നേഹിച്ചിട്ടല്ല നമ്മെ സ്നേഹിച്ചത്. ആണോ? ഒരു ഗുണവുമില്ലാത്ത ദോഷികളായിരുന്ന, പാപികളായിരുന്ന, ദൈവത്തോട് ശത്രുക്കളായിരുന്ന നമ്മെ സ്നേഹിച്ച തന്റെ പുത്രനെ കാൽവറിയിൽ ഏൽപ്പിച്ചു തന്നത് നമ്മോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രദർശനമാണ്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ കൽപ്പന തരും. നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം അഗപ്പയാ. നമുക്ക് വേണ്ടേതാ? അഗപ്പെ. നമ്മെ വെറുക്കുന്നവരെയും, നമ്മെ നിന്ദിക്കുന്നവരെയും, നമ്മെ ആക്ഷേപിക്കുന്നവരെയും, നമ്മുടെ വീട്ടിൽ വരാത്തവരെയും, നമ്മുടെ ചായ കുടിക്കാത്തവരെയും, നമ്മുടെ കുതികാൽ വാരുന്നവരെയും എല്ലാം സ്നേഹിപ്പാനുള്ളൊരു മനസ്ഥിതി എപ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകുന്നോ അപ്പോഴാണ് നമ്മൾ ദൈവസ്നേഹം ഉണ്ടാകുന്നത്. ആ അഗപ്പെ സ്നേഹം നമുക്കുണ്ടെങ്കിൽ നമുക്ക് നിർവ്യാജ വിശ്വാസമുണ്ട്. ആ നിർവ്യാജ വിശ്വാസം ഉണ്ടെങ്കിൽ നല്ല മനസ്സാക്ഷിയുണ്ട്. ആ നല്ല മനസ്സാക്ഷി ഉണ്ടെങ്കിൽ ശുദ്ധ ഹൃദയമുണ്ട്. ഈ സ്നേഹം നിങ്ങൾക്കുണ്ടോ? ടെസ്റ്റ് പാസ്സായി. നിങ്ങൾക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസം ഉള്ളവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കും. അത് മാത്രമല്ല, വിശ്വാസത്തിൽ ഇപ്പോ ഒണ്ടച്ചിലുള്ള ടെസ്റ്റാണ് നമ്മൾ നടത്തി. നീ അങ്ങനെ കണ്ടുപിടിച്ച ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യാം. ലാബിൽ പോയി ലാബിലെ ടെസ്റ്റും കൂടെ നടത്തുമ്പോൾ നമുക്കറിയാം. 1 കൊരിന്ത്യർ 13-ാം അധ്യായം 4 മുതൽ 7 സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ആ. ദയ കാണിക്കുകയും ചെയ്യുന്നു. ആ. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, സ്നേഹം ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദ്വേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും മുതിർന്നു പോകുകയില്ല. സ്നേഹം ഒരിക്കലും വീണുടഞ്ഞു പോകുകയില്ല. 16 ഇവിടെ ഞാന് സ്നേഹം എന്ന് പറഞ്ഞു. ആ എടുത്ത ആ സ്ഥലങ്ങളിൽ നിങ്ങളുടെ പേര് വെച്ച് നിങ്ങളൊന്ന് വായിക്കുക. എല്ലാവരും ബൈബിൾ എടുത്തേ, അല്ലെ ഇവിടെ നോക്കി വായിച്ചാലും മതി, മനസ്സിൽ വായിച്ച. ദാനിയേൽ ദീർഘമായി ക്ഷമിക്കും, ദാനിയേൽ ദയ കാണിക്കും. ഇങ്ങനെ 16 കാര്യം. എല്ലാവരും ഒന്ന് ആ ടെസ്റ്റ്, ലാബ് ടെസ്റ്റ് നടക്കുക. ടെസ്റ്റ് 16. 1 കൊരിന്ത്യർ 13-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യം. 16 കാര്യങ്ങളാണ്. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ഒന്ന് നോട്ട് ചെക്ക് ചെയ്യുക. നിങ്ങൾക്കുള്ള ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് ടെസ്റ്റ് ചെയ്യുക. ഇല്ലാത്തത് ഒരു ഇൻഡ്യൂ മാർക്ക് ഇടുക. 16 ടിക്ക് മാർക്ക് ഇട്ട ഒരു കൈയൊന്ന് ഉയർത്തി. 15, 14, 13,
12, 10, 10 താഴെ പോയാൽ 16 നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. അതിനു വേണ്ടി നാം ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഈ 16 എണ്ണം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് സ്നേഹം? ലവ് ടെസ്റ്റിൽ എല്ലാവരും പരാതി, എല്ലാവരും നേരത്തെ പറയോ സ്നേഹം ഞാൻ കൊണ്ടായിരുന്നു, കുഴപ്പമില്ല. എന്നാ ഇപ്പൊ ഈ ടെസ്റ്റിൽ എല്ലാവരും പരാതി, ഞാൻ ഉൾപ്പെടെ. എനിക്കിതുവരെ 16 എണ്ണം വന്നിട്ടില്ല, 12, 13 ശ്രമിച്ചിട്ടുണ്ട്. പ്രായമാകും തോറും ഒരുപാട് കാര്യങ്ങൾ, മറ്റേത് മുൻകോപം ഉണ്ടായിരുന്നു, അതൊക്കെ ഇങ്ങനെ കുറച്ച് ക്രമീകരിച്ചുകൊണ്ടേയിരിക്കും. അവസാനം ഞാൻ ചാകുമ്പോൾ വെച്ചാൽ ശാരീരിക മരണമല്ല, ഞാനില്ലാതെയാകുമ്പോ ഈ 16 കരിക്കും. എന്റെ സ്വയം ഇല്ലാതെയാകുമ്പോൾ ഈ 16 എനിക്കുണ്ട്. ഇതില്ലാതെ കർത്താവ് വരുമ്പോ ഞാൻ പറക്കുമേന്ന് പാടാൻ പറ്റത്തില്ല, കിടന്ന് കറങ്ങത്തെയോ. ഇതില്ലാതെ ആരും കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്റെ ദൈവവചനവും 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ എന്താണ് നടക്കേണ്ടത്? ആലോചന കേട്ട് മനസ്സ് കുളിർന്ന് ഒന്ന് അങ്ങ് പോകാനല്ല. ുനെ ആ വാലല്ല തലയാക്കാൻ പോവുകയാണ്, അമേരിക്കയ്ക്ക് പോവുകയാണ്, ചില വാതിലുകൾ തുറന്നിരിക്കുന്നു, കഷ്ടതകൾ മാറാൻ പോകുന്നു. ഇതൊക്കെ കേട്ട് വീണ്ടും ഞാനങ്ങ് പോഷിക്കപ്പെടുക. ഞാനില്ലാതെയാകണം, സ്വയം ഇല്ലാതെയാകണം, സ്വയം മരിക്കണം. അപ്പോൾ ഈ 16 നിനക്ക് കാണും. അത് മരിക്കാതെ 16 കാണുകയില്ല. ആ സ്വയം നമ്മിൽ ഇല്ലാതെയാകട്ടെ. ഓ ഹല്ലേലൂയ. ഈ 16 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്നേഹമുള്ളൂ. ആ സ്നേഹം ഉണ്ടെങ്കിലേ വിശ്വാസമുള്ളൂ. ആ വിശ്വാസം ഉണ്ടെങ്കിലേ നല്ല മനസ്സാക്ഷിയുള്ളൂ. ആ നല്ല മനസ്സാക്ഷി ഉണ്ടെങ്കിലേ ശുദ്ധ ഹൃദയമുള്ളൂ. ഇന്ന് ഈ പകൽക്കാലം ദൈവാത്മാവ് ശക്തമായ ആലോചന പറയുകയാണ്. നിങ്ങളൊന്ന് പുനർചിന്തിപ്പാനുള്ള അവസരമാണ്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 7-ാം ദിവസം നിങ്ങളെ തന്നെ ഒന്ന് കാണുവാൻ കർത്താവ് സഹായിക്കട്ടെ. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ, നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ. വിശ്വാസത്തിന്റെ പരിശോധന പൊന്നു ശോധന ചെയ്യുന്നതിനേക്കാളും വിലയേറിയത്. ഞാനത് പലപ്പോഴും പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ എനിക്കുള്ള ഒരു നല്ല സ്വഭാവമാണോ ദുസ്വഭാവമാണോ, ഏതെങ്കിലും പണി കണ്ടാൽ അവിടെ നോക്കി മണിക്കൂറുകൾ നിൽക്കുക മാത്രമല്ല, ആ പണി പഠിക്കും. ഒരാളെ ജോലിക്ക് നിർത്തിയാൽ എന്നെ കബളിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം പണി ഞാൻ കണ്ടു പഠിക്കില്ല. ചെയ്യാനറിയത്തില്ലെങ്കിലും കണ്ട് അതിൽ ഉഴപ്പ് കാണിച്ചാൽ എനിക്കറിയാം. ആ ശാരിപ്പണിയായാലും ആ കൊല്ലപ്പണിയായാലും തട്ടാപ്പണി, എന്ത് പണിയായാലും. ഞങ്ങളുടെ ജംഗ്ഷനിൽ ഈ 3 കൊച്ചു ജംഗ്ഷനാണെങ്കിലും ആ 3 കടകളുമുണ്ട്. ഒരു ആശാരിപ്പണിക്കലുണ്ട്, ഒരു കൊല്ലന്റെ പണിശാലയുണ്ട്, ഒരു തട്ടാന്റെ പണിശാല. ഞാൻ പലപ്പോഴും അവിടെ ചെന്നിരുന്ന് കാണും. പ്രത്യേകിച്ച് തൊട്ടാന്റെ പണിശാല വല്ലപ്പോഴേ പുള്ളി വരത്തുള്ളൂ. അല്ലെങ്കിൽ പണി ഉണ്ടെങ്കിൽ വന്നിരുന്ന് ചെയ്യും. അപ്പോൾ ഞാനും കൂടും. ശനിയാഴ്ച പ്രത്യേകിച്ച് രാവിലെ ഒരു 8 മണിക്ക് ചെന്നാൽ അവിടെ ഇരിക്കും. പുള്ളി ഓരോന്ന് ചെയ്യുന്നത് നോക്കിയിരിക്കും, ഓരോന്ന് സൂക്ഷിച്ചു നോക്കും. പലപ്പോഴും ഉച്ചയ്ക്ക് ആഹാര സമയത്ത് പപ്പ എന്നെ അന്വേഷിക്കുമ്പോൾ കണ്ടില്ലെങ്കിൽ അവർക്കറിയാം ഇവിടെ എവിടെയെങ്കിലും കാണും. ഒരു വടി പുറയിൽ വെച്ചോണ്ട് ഇങ്ങനെ വരും. വന്നിട്ട് അവിടുന്ന് കൈക്ക് പിടി തൂക്കിയെടുത്ത് വീട് വരെ അടിക്കും. എങ്കിലും എൻ്റെ സ്വഭാവത്തിനൊന്നും മാറ്റം വന്നില്ല. കാരണം അത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു. തട്ടാൻ ഈ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല. തട്ടാന്റെ പണിപ്പുര ഒരു നെരുപ്പോട്ടിൽ ഉമിയുടെ മുകളിൽ ചിരട്ടക്കനല്
വെച്ച് ഒരു ഈറക്കൊഴൽ കൊണ്ട് ഊതി 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 ഇങ്ങനെ തീയാക്കിയ ശേഷം അതിലേക്ക് ഒരു കഷ്ണം പൊന്ന് എടുത്തു വെക്കും. ആ പൊന്നെടുത്ത് വയ്ക്കുമ്പോ എന്നിട്ട് താൻ ഊതുക, വീണ്ടും ഊതുക, ഊതിക്കൊണ്ടിരിക്കും. ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അത് ഉരുകി ഒരു കുമിളയായി മാറും. കുമിളയായി മാറിയാലും ഉള്ളി ഊത്ത് നിർത്തത്തില്ല. പിന്നെ ഊതിക്കൊണ്ടിരിക്കുമ്പോ അതിന്റെ മീതെ ഒരു വെളുത്ത പാട ഇങ്ങനെ മാറും. അദ്ദേഹം അതിലേക്ക് ഉറ്റു നോക്കും. തന്റെ മൂക്കിന്റെ അറ്റത്തെ കണ്ണാട, കഷണ്ടി തല, കുഴിഞ്ഞ കവിള് അതിനകത്ത് പ്രതിബിംബിക്കും. പെട്ടെന്ന് അദ്ദേഹം ചിമിട്ട കൊണ്ട് വെള്ളം കോരി ഒഴിച്ച് അത് പുറത്തെടുക്കും. ഞാൻ ചോദിച്ചു, എന്താ മേശ്രീ ചെയ്തത്? മോനെ, അതിന്റെ ആ വെളുത്ത പാട ഉരുകി മാറി. എന്റെ മുഖം അതിൽ പ്രതിബിംബിച്ചപ്പോൾ ആ പൊന്ന ശുദ്ധമായി. ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. നമ്മുടെ സ്വർഗീയ തട്ടാൻ നമ്മെ കഷ്ടതയുടെ കനലിൽ എത്ര നാളിട്ടിരിക്കും. നമ്മുടെ സ്വർഗീയ തട്ടാന്റെ പൊന്നുമുഖം നമ്മിൽ പ്രതിബിംബിക്കുന്നത് വരെ ആ കഷ്ടതയുടെ കനലിൽ നമ്മെ കടത്തിവിടും. ഊതി ഊതി അതിന്റെ ചൂട് കൂട്ടും. ഭാരപ്പെടണ്ട, സ്വർഗീയ തട്ടാന്റെ മുഖരൂപം അതിൽ വിളങ്ങട്ടെ. ഇത് ഞാനൊരു കാര്യം മനസ്സിലാക്കിയതാ. ഞാൻ ചോദിച്ചു, പേശി ഇത്രയും ബന്ധപ്പെട്ട് പെട്ടെന്ന് വെള്ളം കോരിച്ചെടുത്തതിന്റെ കാര്യം? ഇരിക്കാൻ പറ്റത്തില്ല. അല്പം കൂടെ അതിനകത്തിരുന്നാൽ അത് ഉരുകി തൂകി ആവിയായിട്ട് അങ്ങ് പോകും. നമ്മുടെ സ്വർഗീയ തട്ടാൻ കഷ്ടതയുടെ കനലിലിട്ടിട്ട് ഉരുകി തൂകിപ്പോകാൻ ഒരിക്കലും അനുവദിക്കയില്ല. അതിനു മുമ്പ് അവൻ നമ്മെ പുറത്തെടുക്കും. മൂന്നാമതൊരു കാര്യം കൂടെ ഞാൻ മനസ്സിലാക്കി. തട്ടാനി പൊന്ന് കനലിൽ ഇട്ടിട്ട് ചായ കുടിക്കാൻ പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. വല്ലവരോട് അലക്ഷ്യമായി സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഈ പൊന്ന് കനലിൽ കിടക്കുന്നിടത്തോളം തന്റെ കണ്ണ് അതിൽ തന്നെയായിരുന്നു. പലപ്പോഴും നാം പറയാറുണ്ട്, ഈ കഷ്ടതയിൽ കിടക്കുന്നത് കർത്താവ് കാണുന്നില്ലേ, എന്നെ അവൻ അറിയുന്നില്ലേ എന്ന് നിലവിളിക്കാറുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അവൻ ഒരിക്കലും നമ്മെ കഷ്ടതയുടെ കനലിലിട്ടിട്ട് മാറിപ്പോകുന്നവനല്ല. അവന്റെ ദൃഷ്ടി നമ്മിൽ തന്നെയുണ്ട്. അവൻ നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ വിശ്വാസത്തിന്റെ പരിശോധന പൊന്നു ശോധന ചെയ്യുന്നതുപോലെ വിലയേറിയതാണെങ്കിൽ അവൻ ഇന്ന് പകൽ നമ്മുടെ കണ്ണുകൾ നമുക്ക് അടയ്ക്കാം, നമ്മുടെ തലകൾ ദിവസം അടയ്ക്കാം. ഉരുകി തൂകിപ്പോകാൻ ഒരിക്കലും അനുവദിക്കില്ല. കഷ്ടതയുടെ കണ്ണിലിട്ടിട്ട് അവൻ മറികടന്ന് പോകുകയില്ല. ആ സ്വർഗീയ തട്ടാന്റെ പൊന്നുമുഖം നമ്മിൽ ഓരോരുത്തരിലും വിളങ്ങുന്നത് വരെ അവൻ കഷ്ടതയുടെ കനലിൽ നമ്മെ ഇട്ടെന്ന് വരാം. ഭാരപ്പെടണ്ട, അവൻ നമ്മെ ഇല്ലാതാക്കാനല്ല, നല്ല ഒരു ഉരുപ്പടിയായി പുറത്തു കൊണ്ടുവരുവാൻ അവൻ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം കഷ്ടതയുടെ കടലിൽ കിടക്കുന്നത് വെറുതെയല്ല, മെച്ചമായ ശ്രേഷ്ഠമായ ഒരു ഉരുപ്പടിയായി പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എത്ര പേരത് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവർ തങ്ങളെ തന്നെ ശോധന ചെയ്തുകൊണ്ട് കാര്യങ്ങൾ അടിച്ച് അല്പസമയം നമ്മുടെ കർത്താവിനെ സ്തുതിക്കുക. കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന ഒന്ന് ശോധന ചെയ്യുന്നതിനും വിലയേറിയതാകിയ നമ്മെ തന്നെ സമർപ്പിക്കാം. വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യും. അത് നിങ്ങൾക്ക് ബോധ്യമായെങ്കിൽ ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി. അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ.
വീണ്ടും കർത്താവിനെ വെച്ചാൽ വൈകിട്ട് നമുക്ക് കാണാം. കർത്താവിനെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവത്തിന്